നമസ്കാരം. ആദ്യം പ്രധാന വാർത്തകൾ. CPM മുൻ സംസ്ഥാന സെക്രട്ടറിയും ആഭ്യന്തരമന്ത്രിയുമായിരുന്ന കോടിയേരി ബാലകൃഷ്ണൻ വിടവാങ്ങിയിട്ട് 2 ആണ്ട്. കോടിയേരി മുളിയിൽ നടയിലെ വീട്ടിൽ നിർമ്മിച്ച വെങ്കല പ്രതിമ മുഖ്യമന്ത്രി അനാച്ഛാദനം ചെയ്തു. ആരോപണങ്ങൾ ആളിക്കത്തവെ PV അൻവർ ഉയർത്തിയ ആരോപണങ്ങളോട് പ്രതികരിക്കാതെ മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി P ശശി. പാർട്ടിയും മുഖ്യമന്ത്രിയും പറയുന്നതിനപ്പുറം വ്യക്തിപരമായി ഒന്നും പറയാനില്ലെന്ന് ശശി. വാഹനാപകടത്തിൽ പരിക്കേറ്റ് ചികിത്സയിലായിരുന്ന യുവാവ് മരിച്ചത് മാടപ്പിടിക ചെള്ളത്ത് ചാലിക്കണ്ടി വീട്ടിൽ അശ്വന്ത്. വടക്കേ മലബാറിന്റെ വാർത്താരംഗത്ത് 1.5 പതിറ്റാണ്ടുകാലമായി നിറഞ്ഞു നിൽക്കുന്ന കണ്ണൂർ വിഷൻ ചാനലിന്റെ ആസ്ഥാന മന്ദിരമായ കണ്ണൂർ വിഷൻ ടവർ ഒക്ടോബർ 2 നാടിന് സമർപ്പിക്കും. കണ്ണൂർ വിഷന്റെ പ്രൈം പ്രോഗ്രാമുകളിലൊന്നായ സക്സസ് സ്റ്റോറിയുടെ 100ാം എപ്പിസോഡിന്റെ ആഘോഷവും നടക്കും. വിശദമായ വാർത്തകളിലേക്ക്. CPM സംസ്ഥാന സെക്രട്ടറിയും മുൻ ആഭ്യന്തരമന്ത്രിയുമായിരുന്ന കോടിയേരി ബാലകൃഷ്ണന്റെ സ്മരണാർത്ഥം കോടിയേരി മുളിയിൽ നടയിലെ അദ്ദേഹത്തിന്റെ വീട്ടിൽ നിർമ്മിച്ച വെങ്കല പ്രതിമ അനാച്ഛാദനം ചെയ്തു. മുഖ്യമന്ത്രി പിണറായി വിജയൻ അനാച്ഛാദന കർമ്മം നിർവഹിച്ചു. കോടിയേരി ബാലകൃഷ്ണന്റെ 2ാം ചരമവാർഷിക ദിനത്തിൽ അദ്ദേഹത്തിന്റെ സ്മരണാർത്ഥം കോടിയേരി മുളിയിൽ നടയിലെ വീട്ടിൽ നിർമ്മിച്ച വെങ്കല പ്രതിമയുടെ അനാച്ഛാദനം മുഖ്യമന്ത്രി പിണറായി വിജയൻ നിർവഹിച്ചു. നിങ്ങളുടെ ചിരിയതുമായില്ല, നിങ്ങളുടെ ചിരിയതുമായില്ല, ഞങ്ങളുടെ എല്ലാ ഉള്ളിനുള്ളിൽ നിങ്ങളുടെ അനശ്വര നക്ഷത്രം സഖാവ് കോടിയേരി സിന്ദാബാദ്. നിങ്ങളുടെ ഓർമ്മ പുതുക്കുമ്പോൾ തുടർന്ന് പുഷ്പാർച്ചനയും നടന്നു. 30 ഇഞ്ച് ഉയരമുള്ള അർദ്ധകായ വെങ്കല പ്രതിമ ശില്പി N മനോജ് കുമാറാണ് നിർമ്മിച്ചത്. ചടങ്ങിൽ പോളിറ്റ് ബ്യൂറോ അംഗം ബൃന്ദ കാരാട്ട്, CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ, മന്ത്രി P രാജീവ്, സ്പീക്കർ അഡ്വക്കേറ്റ് N ഷംസീർ, കേന്ദ്ര കമ്മിറ്റി അംഗങ്ങളായ EP ജയരാജൻ, PK ശ്രീമതി, KK ശൈലജ, KP മോഹനൻ MLA തുടങ്ങി വിവിധ രാഷ്ട്രീയ കക്ഷി നേതാക്കൾ, സാമൂഹ്യ സാംസ്കാരിക രംഗത്തെ പ്രമുഖർ എന്നിവർ പങ്കെടുത്തു. CPM മുൻ സംസ്ഥാന സെക്രട്ടറിയും ആഭ്യന്തരമന്ത്രിയുമായിരുന്ന കോടിയേരി ബാലകൃഷ്ണൻ വിടവാങ്ങിയിട്ട് 2 ആണ്ട്. രാഷ്ട്രീയ പ്രതിസന്ധികൾ CPMനെ അടിമുടി ഉലയ്ക്കുമ്പോൾ കോടിയേരിയുടെ രാഷ്ട്രീയ പ്രസക്തി ഓർമ്മകളിൽ നിറയുകയാണ്. കോടിയേരിയുടെ അസാന്നിധ്യം സൃഷ്ടിച്ച ശൂന്യത ഇനിയും മറികടക്കാൻ കുടുംബത്തിന് മാത്രമല്ല CPMനും ആയിട്ടില്ല. കർക്കശ്യങ്ങളുടെ ഭാരമില്ലാതെ ജനഹൃദയങ്ങളിലേക്ക് ഇറങ്ങിയ നയതന്ത്രജ്ഞതയുടെയും സമവായത്തിന്റെയും കമ്മ്യൂണിസ്റ്റ് മുഖമായിരുന്നു കോടിയേരി. പാർട്ടിക്കും സർക്കാരിനും ഇടയിലെ പാലം, ആവലാതികൾക്കിടയിലെ മധ്യസ്ഥൻ, വെല്ലുവിളികളെ സൗമ്യമായി നേരിട്ട ചിരി കൊടിയടയാളമാക്കിയ കോടിയേരി കാലം. കോടിയേരി ഉണ്ടായിരുന്നെങ്കിലെന്ന് അണികളും അനുഭാവികളും സഹയാത്രികരും ആഗ്രഹിക്കുന്ന കാലം. കോടിയേരിയുടെ സ്മരണ പുതുക്കാൻ സംസ്ഥാന വ്യാപകമായി വൈവിധ്യമാർന്ന പരിപാടികളാണ് സംഘടിപ്പിച്ചത്. ആരോപണങ്ങൾ ആളിക്കത്തവെ PV അൻവർ ഉയർത്തിയ ആരോപണങ്ങളോട് പ്രതികരിക്കാതെ മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി P ശശി. പാർട്ടിയും മുഖ്യമന്ത്രിയും പറയുന്നതിന് അപ്പുറം വ്യക്തിപരമായി ഒന്നും പറയാനില്ലെന്നായിരുന്നു ശശിയുടെ പ്രതികരണം. അൻവർ എന്തും പുറത്തുവിട്ടോട്ടെ, അൻവർ അറ്റാക്ക് ചെയ്താലും കുഴപ്പമില്ല, നിങ്ങൾ എന്തിനാണ് തന്നെ അറ്റാക്ക് ചെയ്യുന്നതെന്നും ശശി മാധ്യമങ്ങളോട് ചോദിച്ചു.
എല്ലാ ആശംസകളും. ഒരു പരാതി അൻവർ കൊടുത്തൊരു പരാതി അയാൾ പുറത്തു വിട്ടിട്ടുണ്ട്. എന്ത് പുറത്തു വിട്ടോട്ടെ, പാർട്ടി പറയും, മുഖ്യമന്ത്രി പാർട്ടി പറഞ്ഞിട്ടുണ്ട്. അതിനപ്പുറത്തൊന്നും എനിക്ക് വ്യക്തിപരമായിട്ട് പറയാം. താങ്കളെ അറ്റാക്ക് ചെയ്യുന്നതിന്റെ ലക്ഷ്യം എന്താണെന്നാണ് ഉദ്ദേശിക്കുന്നത്? എത്ര ഗുരുതര ആരോപണമാണെങ്കിലും കൂടുതൽ ഒന്നും പറയാനില്ലെന്നും ശശി പറഞ്ഞു. തലശ്ശേരിയിൽ കോടിയേരി ബാലകൃഷ്ണൻ അനുസ്മരണത്തിൽ പങ്കെടുത്ത് മടങ്ങവെയാണ് പ്രതികരണം. അന്തരിച്ച മുതിർന്ന CPM നേതാവ് കോടിയേരി ബാലകൃഷ്ണന്റെ പ്രതിമ അനാച്ഛാദനത്തിന് BJP നേതാവ് BJP ജില്ലാ അധ്യക്ഷൻ N ഹരിദാസനാണ് പരിപാടിയിൽ പങ്കെടുത്തത്. തീരുമാനത്തിൽ BJP നേതൃത്വത്തിൽ ഒരു വിഭാഗത്തിന് അതൃപ്തിയുണ്ടെന്നാണ് സൂചന. CPM BJP കൂട്ടുകെട്ട് ആരോപണത്തിനിടെയാണ് വിവാദം. BJP സംസ്ഥാന അധ്യക്ഷൻ K സുരേന്ദ്രന്റെ അനുമതി വാങ്ങിക്കൊണ്ടാണ് N ഹരിദാസൻ പരിപാടിക്ക് എത്തിയതെന്നാണ് വിവരം. പരിപാടിയിൽ പങ്കെടുക്കേണ്ടതില്ലെന്ന് BJPയിലെ ഒരു വിഭാഗം അറിയിച്ചിരുന്നെങ്കിലും പങ്കെടുക്കാൻ ഹരിദാസൻ തീരുമാനിക്കുകയായിരുന്നു. പരിപാടിയിൽ പങ്കെടുത്തതുവഴി ബലിദാനികളെ പാർട്ടി മറന്നുവെന്നാണ് ആക്ഷേപം ഉയരുന്നത്. എന്നാൽ പ്രമുഖ കോൺഗ്രസ് നേതാക്കളാരും തന്നെ പരിപാടിക്ക് എത്തിയില്ല. കോടിയേരിയുടെ ഓർമ്മയ്ക്കായി വീട്ടുമുറ്റത്ത് തയ്യാറാക്കിയ വെങ്കല പ്രതിമയാണ് അനാച്ഛാദനം ചെയ്തത്. കോടിയേരിയുടെ 2ാം ഓർമ്മദിനമാണ് ചൊവ്വാഴ്ച. മലപ്പുറത്തെ ന്യൂനപക്ഷങ്ങളെ അധിക്ഷേപിച്ച മുഖ്യമന്ത്രി പിണറായി വിജയൻ രാജിവെക്കണമെന്നാവശ്യപ്പെട്ട് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ കണ്ണൂരിൽ മുഖ്യമന്ത്രിക്കെതിരെ കരിങ്കൊടി കാണിച്ചു. യൂത്ത് കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് വിജിൽ മോഹനൻ, സംസ്ഥാന ജനറൽ സെക്രട്ടറി രാഹുൽ വെച്ചിയോട്ട് എന്നീ നേതാക്കളെ കണ്ണൂർ ടൗൺ പോലീസ് അറസ്റ്റ് ചെയ്തു. മാങ്ങാട്ടുപറമ്പ് കെൽട്രോൺ കോമ്പൗണ്ടിൽ നടന്ന ഉദ്ഘാടന പരിപാടി കഴിഞ്ഞ് തിരിച്ചു വരികയായിരുന്ന മുഖ്യമന്ത്രിയുടെ വാഹനവ്യൂഹം 10:55 കണ്ണൂർ കാൽടെക്സിൽ എത്തിയപ്പോഴാണ് യൂത്ത് കോൺഗ്രസ് നേതാക്കൾ ചാടി വീണ് കരിങ്കൊടി കാണിച്ചത്. 1974 ആരംഭിച്ച കെൽട്രോൺ രാജ്യത്താകമാനമുള്ള വിവരസാങ്കേതിക വിദ്യ, ഇലക്ട്രോണിക്സ് രംഗത്ത് പ്രവർത്തിക്കുന്ന പൊതുമേഖലാ സ്ഥാപനങ്ങൾക്ക് മാതൃകയാണെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. കല്യാശ്ശേരിയിലെ കണ്ണൂർ കെൽട്രോൺ കോമ്പണന്റ് കോംപ്ലക്സ് ലിമിറ്റഡിൽ KCCL ഇന്ത്യയിലെ ആദ്യ സൂപ്പർ കപ്പാസിറ്റർ ഉൽപാദന കേന്ദ്രം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മുഖ്യമന്ത്രി. ഇന്ത്യയിലെ ആദ്യത്തെ ഇലക്ട്രോണിക്സ് പ്രൊഡക്ഷൻ കമ്പനിയായ കെൽട്രോൺ തന്നെയാണ് ഇന്ത്യയിലെ ആദ്യത്തെ സൂപ്പർ കപ്പാസിറ്റർ ഉൽപാദന കേന്ദ്രം തുടങ്ങുന്നത് എന്നത് എല്ലാവർക്കും അഭിമാനിക്കാവുന്ന കാര്യമാണ്. കേരളത്തിന് ഇതുപോലെ ഒട്ടേറെ പ്രത്യേകതകളുണ്ടെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. രാജ്യത്തെ ആദ്യത്തെ IT പാർക്ക് കേരളത്തിലാണ്. രാജ്യത്തിലെ ആദ്യത്തെ ഗ്രാഫീൻ കേന്ദ്രം, ആദ്യത്തെ ഡിജിറ്റൽ യൂണിവേഴ്സിറ്റി, ആദ്യത്തെ ഡിജിറ്റൽ സയൻസ് പാർക്ക് എന്നിവ കേരളത്തിലാണ്. രാജ്യത്തിലെ പ്രഥമ GenIA കോൺക്ലേവ് നടന്നത് കേരളത്തിലാണ്. സൂപ്പർ കപ്പാസിറ്റർ നിർമ്മാണ പദ്ധതിയിൽ കെൽട്രോണുമായി സഹകരിച്ച ISROയ്ക്ക് മുഖ്യമന്ത്രി നന്ദി അറിയിച്ചു. 42 കോടി രൂപ ചെലവഴിച്ചാണ് സൂപ്പർ കപ്പാസിറ്റർ നിർമ്മാണ കേന്ദ്രം ആരംഭിക്കുന്നതെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. വളർച്ചയ്ക്ക് വേണ്ട സാഹചര്യം നാം ഒരുക്കുകയാണ്. അത് സ്വകാര്യ സംരംഭങ്ങൾക്ക് മാത്രമല്ല, പൊതുസംരംഭങ്ങൾക്ക് കൂടി ഉപകരിക്കണമെന്നാണ് സർക്കാർ കാണുന്നത്. അതുകൊണ്ട് തന്നെ പൊതുമേഖലാ സ്ഥാപനങ്ങളെ നവീകരിക്കുകയും സംരക്ഷിക്കുകയും ചെയ്യുന്ന നയമാണ് സംസ്ഥാന സർക്കാർ മുന്നോട്ട് വച്ചിട്ടുള്ളത്. കേന്ദ്ര സർക്കാർ വിൽപ്പനയ്ക്ക് വെച്ച സ്ഥാപനങ്ങളെപ്പോലും ഏറ്റെടുത്ത് അവയെ മികവുറ്റതാക്കാൻ സംസ്ഥാന സർക്കാരിന് കഴിഞ്ഞിട്ടുണ്ട് എന്നത് നമ്മുടെ അനുഭവമാണ്. ഉൽപ്പാദന മേഖലയിൽ എന്ന പോലെ തന്നെ റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റ് മേഖലയിലും കാര്യക്ഷമമായി ഇടപെടുന്നതിനുള്ള പ്രവർത്തന പരിപാടികൾ രൂപീകരിച്ച് മുന്നോട്ട് പോകാൻ കെൽട്രോണിന് കഴിയണം എന്നോർമ്മിപ്പിച്ചുകൊണ്ട് ഈ സൂപ്പർ കപ്പാസിറ്റർ നിർമ്മാണ കേന്ദ്രത്തിൻ്റെ ഔപചാരികമായ ഉദ്ഘാടനം നിറഞ്ഞ സന്തോഷത്തോടെ നിർവഹിച്ചതായി അറിയിച്ചുകൊണ്ട് അവസാനിപ്പിക്കുന്നു. നിങ്ങൾക്കെൻ്റെ സ്നേഹം. KCCL സൂപ്പർ കപ്പാസിറ്റർ നിർമ്മാണ പ്ലാന്റിന്റെ സ്വിച്ച് ഓൺ കർമ്മം നിർവഹിച്ച ശേഷം മുഖ്യമന്ത്രി പ്ലാന്റിന്റെ പ്രവർത്തനം നേരിൽ കണ്ടു. ഉദ്ഘാടന ചടങ്ങിൽ വ്യവസായ നിയമ വകുപ്പ് മന്ത്രി P. രാജീവ് അധ്യക്ഷത വഹിച്ചു. കെൽട്രോൺ ചെയർമാൻ N. നാരായണമൂർത്തി പദ്ധതി വിശദീകരിച്ചു. മുൻമന്ത്രി E.P. ജയരാജൻ മുഖ്യാതിഥിയായി. M. വിജിൻ MLA, കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് PP. ദിവ്യ, വ്യവസായ വകുപ്പ് പ്രിൻസിപ്പൽ സെക്രട്ടറി APM മുഹമ്മദ് ഹനീഷ്, KCCL MD KG കൃഷ്ണകുമാർ, ആന്തൂർ നഗരസഭാ ചെയർമാൻ P. മുകുന്ദൻ,
കല്യാശ്ശേരി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ടി ബാലകൃഷ്ണൻ, KCC-PL ചെയർമാൻ TV രാജേഷ് തുടങ്ങിയവർ സംസാരിച്ചു. വാഹനാപകടത്തിൽ പരിക്കേറ്റ് ചികിത്സയിലായിരുന്ന യുവാവ് മരിച്ചു. കഴിഞ്ഞ ദിവസം ചിറക്കരയിൽ ബൈക്ക് അപകടത്തിൽ പരിക്കേറ്റ മാടപ്പിടിക ചെള്ളത്ത് മടപ്പുരയ്ക്കടുത്തുള്ള ചാലിക്കണ്ടി വീട്ടിൽ അശ്വന്താണ് മരിച്ചത്. മാടപ്പിടിക ചെള്ളത്ത് മടപ്പുരക്കടുത്തുള്ള ചാലിക്കണ്ടി വീട്ടിൽ അശ്വന്താണ് മരിച്ചത്. പരേതനായ പ്രഭാകരന്റെയും കമലയുടെയും മകനാണ്. കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു. വടക്കേ മലബാറിന്റെ വാർത്താരംഗത്ത് 1.5 പതിറ്റാണ്ടുകാലമായി നിറഞ്ഞു നിൽക്കുന്ന കണ്ണൂർ വിഷൻ ചാനലിന്റെ ആസ്ഥാന മന്ദിരമായ കണ്ണൂർ വിഷൻ ടവർ ഒക്ടോബർ 2-ന് നാടിന് സമർപ്പിക്കും. കണ്ണൂർ വിഷന്റെ പ്രൈം പ്രോഗ്രാമുകളിലൊന്നായ സക്സസ് സ്റ്റോറിയുടെ 100ാം എപ്പിസോഡിന്റെ ആഘോഷവും ഇതോടൊപ്പം നടക്കും. മേലെച്ചൊവ്വയിൽ 4 നിലകളിലായി 10,000 സ്ക്വയർ ഫീറ്റിൽ സജ്ജീകരിച്ചിട്ടുള്ള കണ്ണൂർ വിഷൻ ടവർ ഒക്ടോബർ 2-ന് രാവിലെ 10:30 മണിക്ക് മന്ത്രി PA മുഹമ്മദ് റിയാസ് ഉദ്ഘാടനം ചെയ്യും. കേബിൾ ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ സംസ്ഥാന പ്രസിഡന്റ് പ്രവീൺ മോഹൻ അധ്യക്ഷത വഹിക്കും. മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളി, MP-മാരായ K സുധാകരൻ, V ശിവദാസൻ, P സന്തോഷ് കുമാർ, MLA-മാരായ KK ശൈലജ, സണ്ണി ജോസഫ്, TI മധുസൂദനൻ, KV സുമേഷ്, സജീവ് ജോസഫ്, M മുജിൻ, മേയർ മുസ്ലിഹ് മഠത്തിൽ, ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് PP ദിവ്യ, MV ജയരാജൻ, മാർട്ടിൻ ജോർജ്, N ഹരിദാസ്, സിനിമാതാര ശങ്കർ തുടങ്ങി സമൂഹത്തിന്റെ നാനാ തുറകളിലുള്ളവർ ചടങ്ങിൽ പങ്കെടുക്കും. വടക്കേ മലബാറിൻ്റെ വാർത്താരംഗത്ത് 1.5 പതിറ്റാണ്ട് കാലമായി നിറഞ്ഞു നിൽക്കുന്ന കണ്ണൂർ വിഷൻ ചാനലിൻ്റെ ആസ്ഥാന മന്ദിരമായ കണ്ണൂർ വിഷൻ ടവർ പ്രൈം പ്രോഗ്രാമുകളായ സക്സസ് സ്റ്റോറിയുടെ 100ാം എപ്പിസോഡിൻ്റെ ആഘോഷവും നമ്മുടെ ഒക്ടോബർ 2-ാം തീയതി കണ്ണൂരിൽ വെച്ച് നടക്കുകയാണ്. മേലെ ചൊവ്വയിൽ ഏതാണ്ട് 4 നിലകളിലായി 10,000 സ്ക്വയർ ഫീറ്റ് സജ്ജീകരിച്ചിട്ടുള്ള കണ്ണൂർ വിഷൻ ടവർ ഒക്ടോബർ 2-ന് രാവിലെ 10:30 മന്ത്രി PA മുഹമ്മദ് റിയാസ് ഉദ്ഘാടനം ചെയ്യും. കേബിൾ TV ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ്റെ സംസ്ഥാന പ്രസിഡന്റ് ശ്രീ പ്രവീൺ മോഹനാണ് അധ്യക്ഷത വഹിക്കുന്നത്. മന്ത്രിമാരായിട്ടുള്ള രാമചന്ദ്രൻ കടന്നപ്പള്ളി, MP-മാരായിട്ടുള്ള K സുധാകരൻ, V ശിവദാസൻ, P സന്തോഷ് കുമാർ എന്നിവരും MLA-മാരായിട്ടുള്ള KK ശൈലജ ടീച്ചർ, സണ്ണി ജോസഫ്, TI മധുസൂദനൻ, KV സുമേഷ്, സജി ജോസഫ്, M വിജിൻ എന്നിവരും പങ്കെടുക്കും. കൂടാതെ കണ്ണൂർ കോർപ്പറേഷൻ്റെ മേയർ മുസ്ലിഹ് മഠത്തിൽ, ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് PP ദിവ്യ. വൈകിട്ട് 5 മണിക്ക് ദിനേശ് ഓഡിറ്റോറിയത്തിൽ നടക്കുന്ന സക്സസ് സ്റ്റോറി 100ാം എപ്പിസോഡ് ആഘോഷം ഫെസ്റ്റിവ 2024 മന്ത്രി കടന്നപ്പള്ളി രാമചന്ദ്രൻ ഉദ്ഘാടനം ചെയ്യും. മുൻമന്ത്രി EP ജയരാജൻ ഉൾപ്പെടെയുള്ള നേതാക്കൾ ചടങ്ങിൽ സംസാരിക്കും. അനുഭവങ്ങളും സമൂഹത്തിന് വലിയ സന്ദേശമാണ് സക്സസ് സ്റ്റോറിയുടെ നൽകിക്കൊണ്ടിരുന്നത്. അതവർക്ക് നമ്മൾ കേൾക്കുന്ന ഓരോ മനുഷ്യരും പ്രേക്ഷകർക്ക് ഇവരുടെയൊക്കെ ജീവിതം അറിയുമ്പോൾ മുന്നോട്ടുള്ള പ്രയാണത്തിന് വലിയ പ്രചോദനം നൽകുന്ന അനുഭവങ്ങളാണ് അവരിൽ നിന്നുണ്ടായത്. ഇപ്പോൾ 100ാമത്തെ എപ്പിസോഡിൽ വന്നിരിക്കുന്നത് മാത്യു കുന്നപ്പള്ളി എന്ന ഒരു ഇരിട്ടി മലയോര മേഖലയിൽ ഉള്ള ഒരു വ്യക്തിയാണ്. ഒത്തിരി സംഭാവനകൾ സമൂഹത്തിന് നൽകിയിട്ടുണ്ട്. 101ാം എപ്പിസോഡിലേക്ക് വരുന്നത് തലശ്ശേരി അതിരൂപതയുടെ ആർച്ച് ബിഷപ്പ് മാർ ജോസഫ് പാംബ്ലാനിയാണ്. ഈ പാംബ്ലാനി ബിഷപ്പിനെ കുറിച്ച് നമ്മുടെ ശശി തരൂർ MP അദ്ദേഹത്തെ കാണാൻ ചെന്നപ്പോൾ ശശി തരൂർ MPയെ പിതാവ് വിശ്വപൗരൻ എന്ന് വിശേഷിപ്പിച്ചപ്പോൾ തിരിച്ച് അദ്ദേഹം പറഞ്ഞു, ഞാൻ 23 പുസ്തകമേ എഴുതിയിട്ടുള്ളൂ, 40 പുസ്തകം എഴുതിയ മാർ ജോസഫ് പാംബ്ലാനിയാണ് വിശ്വപൗരൻ എന്നാണ്. കേബിൾ ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ ജില്ലാ പ്രസിഡന്റ് V ജയകൃഷ്ണൻ അധ്യക്ഷത വഹിക്കും. വ്യത്യസ്ത മേഖലകളിൽ നിന്നുള്ള നടൻ ശങ്കർ പണിക്കൻ, VP അബ്ദുൽ ഖാദർ, MMV മൊയ്തു, അഡ്വക്കേറ്റ് മാത്യു കുന്നപ്പള്ളി, ഡോക്ടർ അനൂപ് നമ്പ്യാർ, MK ദിനേശ് ബാബു, ഡോക്ടർ A ജോസഫ്, CK രമേശ് കുമാർ, C അനിൽകുമാർ, ദീപൻ ചെമ്മരിയാടത്ത് എന്നിവരെ ആദരിക്കും. 5 മണിക്കൂർ നീണ്ടു നിൽക്കുന്ന പ്രമുഖ കലാകാരന്മാർ അണിനിരക്കുന്ന കലാസന്ധ്യയും അരങ്ങേറും. ലോകത്തിന് മാതൃകയായ മറ്റൊരു കേരള മോഡലാണ് കേബിൾ TV ഓപ്പറേറ്റേഴ്സ് അസോസിയേഷനും കേരള വിഷനും. സ്വയം തൊഴിൽ സംരംഭകരായ ചെറുകിട കേബിൾ TV ഓപ്പറേറ്റർമാരെ ഏകോപിപ്പിച്ച് കുത്തകകൾക്കെതിരെ ജനകീയ ബദൽ തീർത്ത് രാജ്യത്തിന് അഭിമാനമായി മാറിയിരിക്കുകയാണ് കേരള വിഷൻ. ഡിജിറ്റൽ കേബിൾ TVയിൽ രാജ്യത്ത് 5ാം സ്ഥാനത്തും ബ്രോഡ്ബാൻഡ് വ്യവസായത്തിൽ 7ാം സ്ഥാനത്തും എന്ന അഭിമാന നേട്ടം കേരള വിഷന് സ്വന്തം.
അതിനു മുകളിലുള്ള കമ്പനികളൊക്കെ തന്നെ ഇന്ത്യയിലാകമാനം വ്യാപിച്ചു കിടക്കുന്ന കോർപ്പറേറ്റ് ടെലികോം കമ്പനികളാണ് എന്നത് ഈ കൊച്ചു കേരളത്തിൽ മാത്രം വേരോട്ടമുള്ള കേരള വിഷൻ മാതൃകയുടെ പ്രാധാന്യം ബോധ്യപ്പെടുത്തുന്നു. കേരള വിഷന്റെ കണ്ണൂർ ഡിസ്ട്രിബ്യൂട്ടറാണ് പ്രാദേശിക ഡിജിറ്റൽ ഇന്റർനെറ്റ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ. ജില്ലയിലെ ജനഹൃദയങ്ങളിൽ സ്ഥിരപ്രതിഷ്ഠ നേടിയ ചാനലാണ് കണ്ണൂർ വിഷൻ. സിഒഎ കണ്ണൂർ ജില്ലാ കമ്മിറ്റി ഓഫീസ്, കണ്ണൂർ വിഷൻ ചാനൽ ഓഫീസും സ്റ്റുഡിയോയും, കണ്ണൂർ ട്രേഡിംഗ് സൊല്യൂഷൻസ്, കേരള വിഷൻ നെറ്റ്വർക്ക് ഓപ്പറേറ്റിംഗ് സിസ്റ്റം എന്നീ സ്ഥാപനങ്ങൾ ഒരു കെട്ടിടത്തിലേക്ക് മാറ്റുന്നതിന്റെ ഭാഗമായി മേലെച്ചൊവ്വയിൽ പുതുതായി നിർമ്മിച്ച കണ്ണൂർ വിഷൻ ടവറിന്റെ ഔപചാരികമായ ഉദ്ഘാടനമാണ് ഗാന്ധി ജയന്തി ദിനത്തിൽ നടക്കുന്നത്. വാർത്താ സമ്മേളനത്തിൽ സിഒഎ ജില്ലാ സെക്രട്ടറി MR രജീഷ്, PDIC MD KO പ്രശാന്ത്, കണ്ണൂർ വിഷൻ MD KK പ്രദീപ്, സിഒഎ സംസ്ഥാന കമ്മിറ്റി അംഗം P ശശികുമാർ, സക്സസ് സ്റ്റോറി പ്രോഗ്രാം കോർഡിനേറ്റർ നവാസ് മേത്തർ, ഡയറക്ടർ ബോർഡ് അംഗം M വിനീഷ് കുമാർ എന്നിവർ സംബന്ധിച്ചു. ഭാരത സർക്കാരിന്റെ സ്വച്ഛതാ ഹി സേവ എന്ന ശുചിത്വ മിഷന്റെ ഭാഗമായി മാഹി ലയൺസ് ക്ലബ്ബ് 25 ഡസ്റ്റ് ബിന്നുകൾ മാഹി റെയിൽവേ സ്റ്റേഷന് കൈമാറി. വടകര MLA KK രമ ഉദ്ഘാടനം ചെയ്തു. സേവന രംഗത്ത് ലയൺസ് ക്ലബ്ബുകളുടെ സംഭാവനകൾ മാതൃകാപരമാണെന്ന് MLA KK രമ പറഞ്ഞു. വളരെ പ്രധാനപ്പെട്ടത് എന്ന് പറയുന്നത് ഈ നാട് ഇന്ന് ഏറ്റവും അധികം ആവശ്യപ്പെടുന്ന ഒരു വിഷയത്തിനോടൊപ്പമാണ് നമ്മൾ നിൽക്കുന്നത്. അതിലെ സ്വച്ഛതാ പക്വാഡ് എന്ന് പറയുന്ന റെയിൽവേയുടെ ഒരു പ്രോഗ്രാം, അത് നമ്മുടെ രാഷ്ട്രപിതാവ് മഹാത്മാഗാന്ധിയുടെ ഒരു ജീവിത സ്വപ്നമായിരുന്നു രാജ്യത്തെ ശുചിത്വ രാജ്യമാക്കി മാറ്റുക, നമ്മുടെ നാടിനെ ശുചിത്വമുള്ള ഒരു നാടാക്കി മാറ്റുക എന്നുള്ളത്. പക്ഷേ ആ ഗാന്ധിജിയുടെ സ്വപ്നത്തിന് അടുത്തെത്താൻ പോലും ഇന്നത്തെ കാലഘട്ടത്തിൽ നമുക്ക് സാധിക്കുന്നില്ല എന്നുള്ളത്, അതിന് നമ്മൾ ഓരോരുത്തരും തന്നെയാണ് ഉത്തരവാദി. ഈ നാട്ടിൽ ജീവിക്കുന്ന നമ്മൾ ഓരോരുത്തരും അതിന് ഉത്തരവാദികളായി മാറിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ് യാഥാർത്ഥ്യം. അപ്പൊ അത് അവസാനിപ്പിക്കണമെങ്കിൽ നമ്മുടെ മനസ്സിൽ ഒരു തീരുമാനമുണ്ടാവുകയും വ്യക്തികൾ അത് തീരുമാനിക്കുകയും ചെയ്താൽ മാത്രമേ നാടിനെ നമുക്ക് അത്തരത്തിലൊരു ലക്ഷ്യത്തിലേക്ക് എത്തിക്കുവാൻ സാധിക്കുകയുള്ളൂ. ചടങ്ങിൽ മാഹി ലയൺസ് ക്ലബ്ബ് പ്രസിഡന്റ് A സുധാകരൻ അധ്യക്ഷത വഹിച്ചു. അഴിയൂർ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ശശിധരൻ തോട്ടത്തിൽ, വടകര റിട്ടയേർഡ് സ്റ്റേഷൻ സൂപ്രണ്ട് വത്സലൻ കുനിയിൽ, മാഹി നഗരസഭ മുൻ വൈസ് ചെയർമാൻ PP വിനോദൻ, ലയൺസ് ഇന്റർനാഷണലിന്റെ റീജിയണൽ ചെയർമാൻ രാജേഷ് V ശിവദാസ് എന്നിവർ സംസാരിച്ചു. മാഹി റെയിൽവേ സ്റ്റേഷൻ സൂപ്രണ്ട് V അജിത് സ്വാഗതവും മാഹി ലയൺസ് ക്ലബ്ബ് സെക്രട്ടറി രമേശ് കുമാർ നന്ദിയും പറഞ്ഞു. പൊന്ന്യം ലോക്കൽ കമ്മിറ്റി ഓഫീസ് കോടിയേരി സ്മാരക മന്ദിരം പൊന്ന്യം സ്രാമ്പിയിൽ പ്രവർത്തനം ആരംഭിച്ചു. CPM ജില്ലാ കമ്മിറ്റി അംഗം MC പവിത്രൻ ഉദ്ഘാടനം ചെയ്തു. CPM ജില്ലാ കമ്മിറ്റി അംഗം MC പവിത്രൻ ഉദ്ഘാടനം ചെയ്തു. പാർട്ടി പതാകയും അദ്ദേഹം ഉയർത്തി. മുന്നോട്ട് വന്നവരെല്ലാം അവരുടെ ആ പ്രചാരണം അവസാനിപ്പിക്കേണ്ടി വന്നിട്ടുണ്ട്. അവരുടെ പ്രചരണത്തിന്റെ മൂർച്ച അവർക്ക് ഈ പ്രാർത്ഥിക്ക് നേരെ പ്രയോഗിക്കാൻ ശ്രമിച്ചിട്ടും അത് വലിയ തോതിൽ നടത്താൻ സാധിച്ചിട്ടില്ല എന്നത് കാലം തെളിയിക്കപ്പെടുകയും ചെയ്തിട്ടുണ്ട്. എല്ലാവരും നിരാശപ്പെടും. ഈ പാർട്ടിയെ തകർക്കാൻ വളഞ്ഞിട്ട് ആക്രമിക്കാൻ ശ്രമിക്കുന്നവരെല്ലാം നിരാശപ്പെടുക തന്നെ ചെയ്യും. സഖാവ് കോടിയേരി പറഞ്ഞതുപോലെ ഈ പാർട്ടിയെ നിങ്ങൾ ആക്രമിക്കാൻ വരുമ്പോൾ അതിന് 100 പതിന്മടങ്ങായിട്ട് ഈ പാർട്ടി ശക്തിപ്പെട്ടിട്ടുണ്ടോ എന്ന ആ പ്രഖ്യാപനമാണ് സഖാവ് കോടിയേരിയെ ഓർമ്മിക്കുന്ന ഈ ദിനത്തിൽ അദ്ദേഹത്തിന്റെ ഓർമ്മ പുതുക്കിക്കൊണ്ട് അതിന്റെ ഭാഗമായി ഇവിടെ നിർമ്മിക്കപ്പെട്ടിട്ടുള്ള ഈ ഓഫീസിന്റെ ഉദ്ഘാടന പരിപാടിയുടെ ഭാഗമായി നമുക്കെല്ലാവർക്കും ഉറക്കെ വിളിച്ചു പറയാൻ സാധിക്കേണ്ടത്, വർഗഭൂജന സംഘടനകളുടെ പ്രവർത്തനങ്ങൾ കേന്ദ്രീകരിച്ച് നടത്താൻ സാധിക്കണമെങ്കിൽ ഈ പരിമിതമായ സൗകര്യം പോരാ. അതുകൊണ്ട് ഇതിന് വിപുലീകരണം കൂടി നടത്താൻ ഈ നാട്ടിലെ ജനങ്ങളുടെ സഹകരണത്തോടുകൂടി അതിവേഗത്തിൽ ആ വിപുലീകരണവും ഈ കെട്ടിടത്തിന്റെ വിപുലീകരണം കൂടി നടത്തുന്നതിനു വേണ്ടിയുള്ള സാധ്യതകൾ അതിവേഗത്തിൽ ഉപയോഗപ്പെടുത്തുന്നതിനു വേണ്ടി ലോക്കൽ കമ്മിറ്റി മുൻകൈയെടുക്കുമ്പോൾ ഈ നാട്ടിലെ ജനങ്ങൾ അതിനോടൊപ്പം നിൽക്കുന്നതിനു വേണ്ടി സഹായിക്കാനും സഹകരിക്കാനും മുന്നോട്ട് വരണമേ എന്നുകൂടി അഭ്യർത്ഥിച്ചുകൊണ്ട് തലശ്ശേരി ഏരിയ കമ്മിറ്റി അംഗം A വാസു അധ്യക്ഷത വഹിച്ചു. കോടിയേരിയുടെ ഫോട്ടോ അനാച്ഛാദനവും അദ്ദേഹം നടത്തി. പൊന്ന്യം ലോക്കൽ സെക്രട്ടറി AK ഷിജു, C വാത്സൻ എന്നിവർ സംസാരിച്ചു. സർഗാത്മകമായി ജീവിച്ച വേറിട്ട വ്യക്തിത്വമായിരുന്നു CH ഗംഗാധരൻ എന്ന് മയ്യഴിയുടെ കഥാകാരൻ M മുകുന്ദൻ. ഗംഗാധരന്റെ സ്മരണകൾ എന്നെന്നും നിലനിൽക്കാൻ അദ്ദേഹത്തിന്റെ ജീവചരിത്രം എഴുതി പ്രസിദ്ധീകരിക്കാൻ നമുക്ക് കഴിയണമെന്നും മുകുന്ദൻ പറഞ്ഞു. CH ഗംഗാധരന്റെ 11ാം ചരമവാർഷികത്തിന്റെ ഭാഗമായി KRMU സംഘടിപ്പിച്ച അനുസ്മരണ
സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മുകുന്ദൻ. CHന്റെ സ്മരണകൾ എന്നെന്നും നിലനിൽക്കാൻ അദ്ദേഹത്തിൻ്റെ ജീവചരിത്രം എഴുതി പ്രസിദ്ധീകരിക്കാൻ നമുക്ക് കഴിയണമെന്നും M. മുകുന്ദൻ പറഞ്ഞു. ശരിയാതി ഇങ്ങനെ കൂടെ നടക്കുമ്പോൾ ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല ഒരു ഫോട്ടോ ഇവിടെ ഉണ്ടാകുമെന്നും അതിൽ ഞാൻ നിങ്ങളോടൊപ്പം പുഷ്പാർച്ചന നടത്തുമെന്നും ഇതൊരിക്കലും പ്രതീക്ഷിച്ചിട്ടില്ല. ഇത് ഉൾക്കൊള്ളാൻ വളരെ ബുദ്ധിമുട്ടാണ്, വളരെ അധികം വേദനാജനകമാണ് കൂടെ നടത്തത്തിലൊരു ചങ്ങാതി. ഇപ്പം വേറെ ഒരു വലിയൊരു നമ്മുടെ സ്വാതന്ത്ര്യ സമര സേനാനിക്ക് അദ്ദേഹത്തിൻ്റെ ഫോട്ടോ മുമ്പിൽ അല്ലെങ്കിൽ പ്രതിമക്ക് മുമ്പിൽ പുഷ്പാർച്ചന നടത്തുന്നത് പോലെയല്ല ഒരു പണ്ടത്തെ സന്യാസിയുടെ ഫോട്ടോ നോക്കി പുഷ്പാർച്ചന നടത്തുന്നത്. വളരെയധികം വേദനാകരമാണ്. ഗംഗാധരൻ പോയി, പക്ഷെ നമ്മൾ നല്ലൊരു കാര്യം ചെയ്തിട്ടുള്ളത് നമ്മൾ ഗംഗാധരനെ മറന്നിട്ടില്ല എന്നതാണ്. ഗംഗാധരൻ ജീവിച്ചിരിക്കുന്ന കാലത്ത് തന്നെ പലരും നാട്ടുകാർ ഗംഗാധരന് വേണ്ടി ഒരുപാട് പ്രവർത്തിച്ചിട്ടുണ്ട്, ഗംഗാധരൻ്റെ കുടുംബത്തിന് വേണ്ടി പ്രവർത്തിച്ചിട്ടുണ്ട്, സഹായിച്ചിട്ടുണ്ട്. അങ്ങനെ നമ്മൾ നമ്മുടേതായിട്ടുള്ള രീതിയിൽ നമ്മുടെ ഉത്തരവാദിത്വം ഗംഗാധരനോട് സ്നേഹം കുറേയൊക്കെ നിർവഹിച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ എന്ത് ചെയ്യാൻ കഴിയുന്നതാണ്. മറവി ഒരു പ്രശ്നമാണ്, നിങ്ങൾക്കറിയാനുള്ളത്. കുറേശ്ശെ നമ്മളെല്ലാം മറന്നുപോകും. നമുക്ക് ഏറ്റവും വേണ്ടപ്പെട്ട പോലും നമ്മൾ ചിലപ്പോൾ മറന്നുപോകും. മാഹി ക്യാപിറ്റോൾ വെഡ്ഡിംഗ് സെന്ററിൽ നടന്ന പരിപാടിയിൽ CH പ്രഭാകരൻ അധ്യക്ഷത വഹിച്ചു. അസീസ് മാഹി, KE മമ്മു എന്നിവരെ ചടങ്ങിൽ ആദരിച്ചു. മുൻ ഡെപ്യൂട്ടി സ്പീക്കർ PK സത്യാനന്ദൻ, CH മുഹമ്മദ് അലി, PP വിനോദൻ, സോമൻ പന്തക്കൽ, MA കൃഷ്ണൻ, ഉത്തമരാജ് മാഹി, രാജേഷ് പനങ്ങാട്ടിൽ, സെൻസായി K വിനോദ് കുമാർ, NV അജയകുമാർ എന്നിവർ സംസാരിച്ചു. മറ്റു വാർത്തകൾ ഇടവേളയ്ക്ക് ശേഷം തുടരും. മയ്യഴിയുടെ മഹിത പാരമ്പര്യത്തിനൊപ്പം പാനൂരിനെ പൊന്നൂരാക്കി വിളക്കിച്ചേർത്ത് ആഭരണ സങ്കല്പങ്ങൾക്ക് പൊന്നാട ചാർത്തിയ അപർണ ഗോൾഡൻ ഡയമണ്ട്സ് വ്യാപാര വിശ്വസ്തയുടെ മാറ്റുകുറയാതെ അന്നും ഇന്നും എന്നും നിങ്ങളോടൊപ്പം. അപർണ ഗോൾഡൻ ഡയമണ്ട്സ്, സ്റ്റാച്യു ജംഗ്ഷൻ, മാഹി. അപർണ ഗോൾഡൻ ഡയമണ്ട്സ് നിയർ RC ചർച്ച്, മാഹി. അപർണ ഗോൾഡൻ ഡയമണ്ട്സ്, പൂക്കോം റോഡ്, പാനൂർ. മാവേലിയുടെ മക്കളെ ഒന്ന് കൈപിടിച്ചേ. ഓണായില്ലല്ലോ. ഓണായില്ലപ്പാ. മഹാ ഓഫർ നടക്കുമ്പോ മഹാബലിക്ക് വരാതിരിക്കാൻ പറ്റുവാ? അതിന് ഓലക്കൊടുങ്കിരിടല്ലോ എടുത്തു. അതൊക്കെ ഓണത്തിന് വരുമ്പല്ലേ പിള്ളേരെ. ഇതിനെക്കാളും വലിയ തെളിവെന്താ വേണ? കൈപിടിക്കട, നമുക്ക് ഈ പ്ലാനറ്റിലേക്ക് പോണ്ടേ. ഈ ഓണത്തിന് മാവേലിയും വിസ്മയിപ്പിക്കുന്ന ഓഫറുകളുമായി ഇതാ ഈ പ്ലാനറ്റിൽ മഹാ ഓണം മഹാ ഓഫർ. ഗൃഹോപകരണങ്ങളും ഗാഡ്ജറ്റുകളും സ്വപ്നതുല്യമായ വിലക്കുറവിൽ സ്വന്തമാക്കുന്നതിനൊപ്പം ഒട്ടനവധി കിടിലൻ സമ്മാനങ്ങളും. 100 LED TV, 100 മിക്സി, 100 ഇൻഡക്ഷൻ കുക്കർ, 100 സ്മാർട്ട് വാച്ച്, 100 ഇയർബഡ്സ് തുടങ്ങിയ സമ്മാനങ്ങൾ ദിവസം തോറും നറുക്കെടുപ്പിലൂടെ നേടാം. ഈ ഓണം ഈ പ്ലാനറ്റിൽ തന്നെ. ഈ പ്ലാനറ്റ് കാഞ്ഞങ്ങാട്, ചെറുവത്തൂർ, ശ്രീകണ്ഠാപുരം, കരുവഞ്ചാൽ, ചെറുപുഴ, ഇരിട്ടി, തലശ്ശേരി, പള്ളൂർ, കൽപ്പറ്റ, സുൽത്താൻ ബത്തേരി. അപ്പൊ ശരിയേ, ഉറപ്പല്ലേ? നിങ്ങൾ അറിഞ്ഞോ, കേരളത്തിലെ ഏറ്റവും വലിയ ഇലക്ട്രോണിക്സ് ശൃംഖലയായ പിട്ടാപ്പിള്ളി ഏജൻസീസിന്റെ മാഹി ഷോറൂമിൽ 1ാം വാർഷികത്തോടനുബന്ധിച്ച് വിലക്കുറവിന്റെ മഹാമേള കൂടാതെ ഓണം ഓഫറുകളും ആരംഭിച്ചിരിക്കുന്നു. കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം 78ഓളം ഷോറൂമുകൾ. എല്ലാ ഇലക്ട്രോണിക്സ് ഉപകരണങ്ങൾക്കും മറ്റെങ്ങുമില്ലാത്ത വിലക്കുറവ്, വിശ്വാസ്യതയും വിലക്കുറവും അനുഭവിച്ചറിയാൻ പിട്ടാപ്പിള്ളിയിലേക്ക് വരൂ. സമ്മാനങ്ങൾ സ്വന്തമാക്കൂ. പിട്ടാപ്പിള്ളി ഏജൻസീസ്, ന്യൂ മാഹി. ഓണം വന്നേ, തിരുവോണം വന്നേ, പൂക്കൾ വിടർന്നേ, പൂമ്പാറ്റകൾ പറന്നേ, പൂവേ പൊലി, പൂവേ പൊലി, പൂവേ പൊലിയേ. ഓണം വന്നേ, തിരുവോണം വന്നേ, സന്തോഷം വിരിഞ്ഞേ സന്തോഷം. ഓണം വന്നേ, തിരുവോണം വന്നേ. ഓണമുണ്ടെങ്കിൽ സന്തോഷവുമുണ്ട്.
ഓണമുണ്ടെങ്കിൽ ഓണക്കോടിയുമുണ്ട്. ലുലു സാരീസ്, കോടിയുടുത്ത് ഓണം. ലുലു സാരീസ്, കണ്ണൂർ, തലശ്ശേരി ആൻഡ് കുറ്റ്യാടി. ആഗ്രഹങ്ങൾക്കൊപ്പം അതിരുകളില്ലാതെ. Dream like Furniture World, Topco Furniture and Topco Interiors, Gramati, Pallur. Large showroom accepted by people with perfection. Any furniture to choose from. Dining set, bedroom set, sofa set and imported furniture at affordable prices. An irreplaceable name in the field of furniture. Topco, our sister company, Topco Interiors. Phone 0490 2338 912. Mobile 9846816762. മികച്ച ഉപരിപഠനമാണോ ലക്ഷ്യമിടുന്നത് എങ്കിൽ ചേഞ്ച് യുവർ കരിയർ ഗിയർ വിത്ത് മാഹി കോപ്പറേറ്റീവ് കോളേജ് ഓഫ് ഹയർ എഡ്യൂക്കേഷൻ ആൻഡ് ടെക്നോളജി. പഠിക്കൂ പോണ്ടിച്ചേരി സെൻട്രൽ യൂണിവേഴ്സിറ്റി അംഗീകൃത ബികോം ജനറൽ, ബികോം കോർപ്പറേറ്റ് സെക്രട്ടറിഷിപ്പ്, BBA ജനറൽ, BBA ടൂറിസം, BCA, BA ഇംഗ്ലീഷ്, MA ഇംഗ്ലീഷ്, MCOM എന്നീ UG PG കോഴ്സുകൾ കൂടാതെ CMA CAT, ലോജിസ്റ്റിക്സ് ആൻഡ് സപ്ലൈ ചെയിൻ മാനേജ്മെന്റ്, AIA എന്നീ ഓപ്ഷണൽ ഡിപ്ലോമ കോഴ്സുകളും മാഹി കോപ്പറേറ്റീവ് കോളേജ് ഓഫ് ഹയർ എഡ്യൂക്കേഷൻ ആൻഡ് ടെക്നോളജി. Where dreams take flight. തലശ്ശേരിയിലെ ആഘോഷങ്ങൾ ഏതുമാവട്ടെ, അവയെല്ലാം വർണ്ണാഭമാക്കുന്ന ഒരു പേരുണ്ട്: ലോറൽ ഗാർഡൻ. ആഘോഷങ്ങൾ പലതാണ്. അതുകൊണ്ട് തന്നെ വൈവിധ്യമാർന്ന പാക്കേജുകളാണ് ലോറൽ ഗാർഡൻ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത്. കല്യാണം, റിംഗ് എക്സ്ചേഞ്ച്, റിസപ്ഷൻ എന്നിവയ്ക്കായി വ്യത്യസ്തമായ പാക്കേജുകളുണ്ട്. കസ്റ്റമൈസ്ഡ് സ്റ്റേജ് അറേഞ്ച്മെന്റ്, മ്യൂസിക് സിസ്റ്റം, ലൈറ്റ്സ്, കുട്ടികൾക്കും മുതിർന്നവർക്കുമുള്ള ഗെയിം സോൺ എന്നീ അതിവിശാലമായ സൗകര്യങ്ങൾ ലോറൽ ഗാർഡൻ ഒരുക്കിയിരിക്കുന്നു. ഫാമിലി ഗെറ്റ് ടുഗെദറിന് 14 മണിക്കൂർ, 9 മണിക്കൂർ എന്നീ വ്യത്യസ്ത പാക്കേജുകളുണ്ട്. അതേസമയം ചെറിയ ആഘോഷങ്ങൾക്കായി 4-5 മണിക്കൂർ പാക്കേജുകളും ഞങ്ങൾ അവതരിപ്പിക്കുന്നു. ലോറൽ ഗാർഡൻ, ഉസൻമൊട്ട, ന്യൂ മാഹി, തലശ്ശേരി. ഓരോ വിവാഹവും സ്വപ്ന സാക്ഷാത്കാരങ്ങളാണ്. മറ്റു ചിലത് കവിത പോലെ ഹൃദയം. ചില ഉറച്ച നിലപാടുകളുള്ള ചേർത്തുപിടിക്കലുകൾ. കടലോളം ഇഷ്ടം കാത്തുവച്ച പ്രണയ സാഫല്യങ്ങൾ. അങ്ങനെ അവളുടെ സ്വപ്നങ്ങളെ, നിലപാടുകളെ, അതിരുകളില്ലാത്ത ഇഷ്ടങ്ങളെ ഉൾക്കൊണ്ട് അവൾക്കൊപ്പം നിന്ന ഫാമിലിയുടെ സ്വപ്നം കൂടിയാണ് ഈ നിമിഷം യാഥാർത്ഥ്യമാവുന്നത്. എന്റെ വിവാഹം എനിക്കൊപ്പം ഫാമിലി കണ്ട സ്വപ്നം. എന്റെ ഇഷ്ടങ്ങൾ എന്റെ ഫാമിലിക്ക് അറിയാം. ഫാമിലി വെഡിംഗ് സെന്റർ. ഹോട്ടൽ നവരത്ന ഇൻ ഗുഡ്ഷെഡ് റോഡ് നിയർ റെയിൽവേ സ്റ്റേഷൻ, തലശ്ശേരി. തലശ്ശേരിയുടെ നഗരഹൃദയത്തിൽ ആഡംബരത്തിന്റെ വശ്യതയും രുചിയുടെ ഹൃദ്യതയുമായി ഹോട്ടൽ നവരത്ന ഇൻ. സുഗന്ധവ്യഞ്ജന നഗരിക്ക് നവരത്ന പ്രൗഢി. രുചിപ്പെരുമയുടെ ആതിഥ്യ മര്യാദയ്ക്ക് അന്താരാഷ്ട്ര നിലവാരം. സൗത്ത് ഇന്ത്യൻ, നോർത്ത് ഇന്ത്യൻ, ചൈനീസ്, കോണ്ടിനെന്റൽ ഡിഷസ്. ലോകോത്തര നിലവാരത്തിലുള്ള റൂം സൗകര്യങ്ങളും സേവനങ്ങളും. കോൺഫറൻസ് ഹാൾ, ഓഡിറ്റോറിയം സൗകര്യങ്ങൾ, വിശാലമായ പാർക്കിംഗ് സൗകര്യം. ഹോട്ടൽ നവരത്ന ഇൻ ഗുഡ്ഷെഡ് റോഡ് നിയർ റെയിൽവേ സ്റ്റേഷൻ, തലശ്ശേരി. ഫോൺ 9497360333. മറ്റു വാർത്തകളിലേക്ക്. ലോക വയോജന ദിനാചരണങ്ങളുടെ ഭാഗമായി കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ തലശ്ശേരി മുനിസിപ്പൽ ബ്ലോക്ക് കമ്മിറ്റി വയോജന ദിനാചരണം സംഘടിപ്പിച്ചു. ജീവിതശൈലി രോഗങ്ങളെക്കുറിച്ച് ബോധവൽക്കരണ ക്ലാസും നടന്നു. നഗരസഭാ വൈസ് ചെയർമാൻ MV ജയരാജൻ ഉദ്ഘാടനം ചെയ്തു. പക്ഷേ ഒരു നിശ്ചിത പരിധിയിലേക്ക് അവരുടെ ജീവിതം കടക്കുമ്പോൾ ആ ചെയ്ത കാര്യങ്ങളെല്ലാം സമൂഹവും മറന്നുപോകുന്നു, അവരുടെ കുടുംബവും മറന്നുപോകുന്നു. വാർദ്ധക്യത്തിലേക്ക് കാലെടുത്ത് വെക്കുന്നതോടുകൂടി അതിരൂക്ഷമായ അവഗണന അവരെ മാനസികമായും തളർത്തുന്നു. സേവന രംഗത്തും സർവീസ് രംഗത്തുമൊക്കെ തന്നെ ഉണ്ടായിട്ടുള്ളതായിട്ടുള്ള വലിയ ഔദ്യോഗിക തലത്തിൽ ഉത്തരവാദിത്വം വഹിച്ചവർ പോലും ഈ ഘട്ടത്തിലേക്ക് വന്നെത്തുമ്പോൾ അതിരൂക്ഷമായ മനോഗതിയും അതേപോലെ തന്നെ മറ്റു തരത്തിലുള്ള അവഗണനയും നേരിടുകയാണ്. എന്നാൽ അതൊരു പ്രത്യേക കാലഘട്ടം വരികയാണ്. നമ്മുടെ ലോകത്ത് ഏത്
വിഭാഗവും സംഘടനാവൽക്കരിക്കപ്പെടുക എന്നുള്ളൊരു പ്രക്രിയയിലേക്ക് നീങ്ങിയപ്പോൾ വയോജനങ്ങളും ആ വേദിയിലേക്ക് കടന്നു. അതിൻ്റെതായ പ്രത്യക്ഷമായ മാറ്റം ഇന്ന് നമ്മൾ സർവവേദികളിലും ആദരിക്കപ്പെടുകയും അംഗീകരിക്കപ്പെടുകയും ചെയ്യുന്ന തലത്തിലേക്ക്. ബ്ലോക്ക് പ്രസിഡന്റ് ടി അമീർ അലി അധ്യക്ഷത വഹിച്ചു. ജീവിതശൈലി രോഗങ്ങളെ സംബന്ധിച്ച് ഡോക്ടർ കെ ആനന്ദ് പ്രഭാഷണം നടത്തി. കെ വിനോദ് കുമാർ, ടി ആർ സുശീല, എൻ എ കുൽസൻ ബേബി, MC രാജൻ എന്നിവർ സംസാരിച്ചു. സിൽവർ ജൂബിലി ആഘോഷങ്ങളുടെ ഭാഗമായി BSNL ജീവനക്കാർ ബൈക്ക് റാലി സംഘടിപ്പിച്ചു. തലശ്ശേരി പഴയ ബസ് സ്റ്റാൻഡിലെ BSNL ഭവനിൽ നിന്നുമാണ് റാലി ആരംഭിച്ചത്. തലശ്ശേരി SP KS ഷാൻഷാ IPS റാലി ഫ്ലാഗ് ഓഫ് ചെയ്തു. സ്നേഹത്തിനും സഹകരണത്തിനും ഞങ്ങൾ ഹൃദയത്തിന്റെ ഭാഷയിൽ നന്ദി അറിയിക്കട്ടെ. പോലീസിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് കമ്മ്യൂണിക്കേഷൻ. ആ കമ്മ്യൂണിക്കേഷൻ നെടുന്തൂണ് BSNL തന്നെയാണ്. ഞങ്ങളുടെ ഒരുവിധ എല്ലാ ഒഫീഷ്യൽ കാര്യങ്ങളിലും ഞങ്ങൾ യൂസ് ചെയ്യുന്നത് BSNL ആണ്. അതുകൊണ്ട് തന്നെ ഒഫീഷ്യൽ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് BSNLന്റെ ഡോക്യുമെന്റേഷൻ ഒരുപാട് ആവശ്യമാണ്. അതെല്ലാം BSNLന്റെ ഭാഗത്ത് നല്ല സഹകരണമാണ് വന്നിട്ടുള്ളത്. അതുകൊണ്ട് പോലീസിന്റെ ഭാഗത്തു നിന്നും ഈ സിൽവർ ജൂബിലി ആഘോഷിക്കുന്ന BSNLന്റെ ഞങ്ങളുടെ കൊളീഗ്സിനെയും തലശ്ശേരി പോലീസിനെയും കണ്ണൂർ പോലീസിനെയും ഭാഗമായിട്ട് ഞങ്ങൾ നന്ദി പറയുകയാണ്. ഈ ഒരു പ്രോഗ്രാം 25 വർഷം തികഞ്ഞിട്ടുള്ള ഈ ഒരു പ്രോഗ്രാം തുടർന്നും കേരള പോലീസിൻ്റെ മാത്രമല്ല ഇന്ത്യയുടെ തന്നെ നെറ്റ്വർക്ക് മേഖലയിൽ, അത് TSP മേഖലയിലായാലും ഇന്റർനെറ്റ് സർവീസ് മേഖലയിലായാലും മുൻപിൽ എത്താൻ പറ്റട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഈ ഒരു ടീമിന് തലശ്ശേരി ടീമിന് എൻ്റെ എല്ലാവിധ ആശംസകളും പേഴ്സണലായിട്ട്. കണ്ണൂർ DGM KV മനോജ് കുമാർ അധ്യക്ഷത വഹിച്ചു. തലശ്ശേരി AGM TC റാഷിദ, തീർത്ഥ പ്രകാശ് തുടങ്ങിയവർ സംസാരിച്ചു. തലശ്ശേരിയിൽ നിന്നും പുറപ്പെട്ട ബൈക്ക് റാലി കണ്ണൂർ കൂത്തുപറമ്പ് വഴി മട്ടന്നൂരിൽ സമാപിച്ചു. സമാപന സ്ഥലത്ത് ഫ്ലാഷ് മോബ് ഉൾപ്പെടെയുള്ള പരിപാടികളും നടത്തി. പിണറായി സർവീസ് സഹകരണ ബാങ്കിന്റെ ആധുനിക രീതിയിൽ നവീകരിച്ച മിനി ഓഡിറ്റോറിയത്തിന്റെ ഉദ്ഘാടനം ബുധനാഴ്ച ഉച്ചയ്ക്ക് 12 മണിക്ക് മന്ത്രി PA മുഹമ്മദ് റിയാസ് നിർവഹിക്കും. ശീതീകരിച്ച ഹാളും മികച്ച ശബ്ദ ക്രമീകരണവും ഉൾപ്പെടെ ഒരുക്കിയ ഓഡിറ്റോറിയത്തിൽ 200 പേർക്ക് ഇരിക്കാവുന്ന സൗകര്യങ്ങളും മികച്ച രീതിയിലുള്ള ഭക്ഷണശാലയും ഒരുക്കിയിട്ടുള്ളതായി ബാങ്ക് അധികാരികൾ തലശ്ശേരിയിൽ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. എ ക്ലാസ് സൂപ്പർഗൈഡർ ബാങ്കായ പിണറായി സർവീസ് സഹകരണ ബാങ്കിന്റെ ആധുനിക രീതിയിൽ നവീകരിച്ച മിനി ഓഡിറ്റോറിയത്തിന്റെ ഉദ്ഘാടനം ഒക്ടോബർ 2-ാം തീയതി 12 മണിക്ക് ബഹുമാനപ്പെട്ട ടൂറിസം വകുപ്പ് മന്ത്രി, പൊതുമരാമത്ത് വകുപ്പ് മന്ത്രിയുമായ മുഹമ്മദ് റിയാസ് നിർവഹിക്കുകയാണ്. തദവസരത്തിൽ ജനപ്രതിനിധികളും രാഷ്ട്രീയ രംഗത്തെ പ്രമുഖരും സഹകാരികളും പങ്കെടുക്കുന്നുണ്ട്. എയർ കണ്ടീഷൻ സൗകര്യവും ആധുനിക രീതിയിലുള്ള സജ്ജീകരിച്ച ശബ്ദ സജ്ജീകരണമുള്ള ഓഡിറ്റോറിയം ഏകദേശം 200 പേർക്ക് ഇരിക്കാവുന്ന രീതിയിലാണ് ഒരുക്കിയിട്ടുള്ളത്. കൂടാതെ എല്ലാ സൗകര്യത്തോടും കൂടിയ ഭക്ഷണശാലയും ഓഡിറ്റോറിയത്തിൽ സജ്ജീകരിച്ചിട്ടുണ്ട്. ജനങ്ങൾക്ക് ഉപകാരപരമായ രീതിയിൽ കുറഞ്ഞ നിരക്കിൽ ഏറ്റവും മികച്ച ആധുനിക സൗകര്യത്തോടു കൂടി ആണ് ഓഡിറ്റോറിയം ലഭ്യമാക്കുക എന്നതാണ് ബാങ്കിന്റെ ലക്ഷ്യം. ഉദ്ഘാടന ചടങ്ങിൽ പിണറായി പഞ്ചായത്ത് പ്രസിഡന്റ് KK രാജീവൻ ഡൈനിങ് ഹാൾ ഉദ്ഘാടനം ചെയ്യും. സഹകരണ സംഘം ജോയിന്റ് രജിസ്ട്രാർ V രാമകൃഷ്ണൻ ആദ്യ ബുക്കിംഗ് സ്വീകരിക്കും. ജനപ്രതിനിധികളും രാഷ്ട്രീയ സാമൂഹ്യ രംഗത്തെ പ്രമുഖരും സഹകാരികളും പരിപാടിയിൽ പങ്കെടുക്കും. ജനങ്ങൾക്ക് ഉപകാരപ്രദമായ രീതിയിൽ കുറഞ്ഞ നിരക്കിൽ ആധുനിക സൗകര്യങ്ങളോടുകൂടിയ ഓഡിറ്റോറിയം ലഭ്യമാക്കുക എന്നതാണ് ബാങ്കിന്റെ ലക്ഷ്യമെന്നും സംഘാടകർ പറഞ്ഞു. വാർത്താ സമ്മേളനത്തിൽ ബാങ്ക് പ്രസിഡന്റ് K സുധാകരൻ, ബാങ്ക് സെക്രട്ടറി A ശ്രീഗണൻ, ഡയറക്ടർ ബോർഡ് അംഗം VV സന്തോഷ് കുമാർ എന്നിവരും സംബന്ധിച്ചു. മുഹമ്മദ് നബി ജീവിതം ദർശനം എന്ന പ്രമേയത്തിൽ തിരുനബി സദസ്സ് സംഘടിപ്പിച്ചു.
പാനൂർ വ്യാപാര ഭവനിൽ സോൺ കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് തിരുനബി സദസ്സ് സംഘടിപ്പിച്ചത്. കെ പി മോഹനൻ MLA ഉദ്ഘാടനം ചെയ്തു. നമ്മളെന്തായാലും കുട്ടികളെയൊക്കെ തന്നെ മദ്രസയിലേക്ക് അയക്കുന്നു. മദ്രസയിൽ നിന്ന് തിരിച്ചു വരുന്നു. തിരിച്ചു വന്നാൽ അവരുടെ രീതി മാറുന്നു. ഇങ്ങനെയൊക്കെ തന്നെ എന്താണ് മദ്രസയിൽ പഠിപ്പിക്കുന്നത്, എന്താണ് യഥാർത്ഥത്തിൽ ഖുർആനിലുള്ളത്, എന്താണ് ഇസ്ലാമിക ദർശനങ്ങൾ, ഏത് കാര്യമെടുത്തത് അത് ഹൈന്ദവരുടേതായാലും ഇസ്ലാമികമായാലും അതുപോലെ തന്നെ ക്രൈസ്തവരുടേതായാലും എല്ലാം ഒന്ന് തന്നെയാണ്. വാക്കുകൾക്കും ഭാഷക്കും മാത്രമേ വ്യത്യാസം. ശബ്ദനാദങ്ങളും അലൂരിയും തക്ബീർ മുഴക്കങ്ങളും ഒക്കെ തന്നെ നമ്മൾ കേൾക്കുമ്പോൾ നമുക്ക് പ്രത്യേകിച്ച് ആവശ്യമാണ്. ഞാൻ രാവിലെ എഴുന്നേൽക്കുന്നത് രാവിലത്തെ സുബഹ് ബാങ്കുകൾ കേൾക്കുന്നതിന് മുമ്പെയാണ്. ഞാൻ എഴുന്നേറ്റ് എൻ്റെ സുബഹ് തുടങ്ങിയാലാണ് ബാങ്കുകൾ ഉണ്ടാവുക. മുഹമ്മദ് സഖാഫി പൂക്കോം അധ്യക്ഷത വഹിച്ചു. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മധ്യസ്ഥനായി അവരെല്ലാവരും ഒന്നായി അംഗീകരിച്ചതായി ചരിത്രത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ ആ ജീവിതം നമുക്കും ഒരു പാഠമാണ്. തിന്മകൾ നിറഞ്ഞ അധർമ്മങ്ങൾ നിറഞ്ഞ ഈ സാഹചര്യത്തിലും മനുഷ്യൻ സാഹചര്യത്തിന്റെ അടിമയാണെന്ന് പറയുന്ന പൊതുവായ പ്രിൻസിപ്പളിന് വിരുദ്ധമായും എതിരായും ജീവിക്കാൻ നമ്മളും നമ്മളുടെ മക്കളും നമ്മുടെ ഇടയിൽ ജീവിക്കുന്ന യുവാക്കൾ എല്ലാവരെയും പ്രാപ്തരാക്കാൻ തിരുനബിയുടെ ജീവിതം നമുക്ക് പ്രചോദനമാകുന്നു എന്നത് ഒന്നാമത്തെ. സമസ്ത ജില്ലാ സെക്രട്ടറി അഷ്റഫ് സഖാഫി കടവത്തൂർ സന്ദേശ പ്രഭാഷണം നടത്തി. വി സുരേന്ദ്രൻ മാസ്റ്റർ, പി കെ ഷാഹുൽ ഹമീദ്, കെ പി യൂസഫ്, പള്ളിക്കണ്ടി മൂസ, ഹനീഫ് പാനൂർ, വി കെ മമ്മു, ലത്തീഫ് മാസ്റ്റർ എന്നിവർ സംസാരിച്ചു. മൗലീദ് പാരായണത്തോടെ സമാപിച്ചു. സി കെ അബ്ദുറഹീം മുസ്ലിയാർ, മൊയ്തു മുസ്ലിയാർ, വി വി മുസ്തഫ ഹാജി, അഹമ്മദ് മാസ്റ്റർ, ഡോക്ടർ പി മുഹമ്മദ്, മുനീർ നാമത്തുപള്ളി എന്നിവർ സംബന്ധിച്ചു. പാട്യം ഗവൺമെന്റ് ആയുർവേദ ഡിസ്പെൻസറിയുടെ നേതൃത്വത്തിൽ വയോജന ദിനം ആചരിച്ചു. ആദരിക്കൽ ചടങ്ങും ഇതോടൊപ്പം നടന്നു. ദീർഘകാലം ചെത്ത് തൊഴിലാളിയും ക്ഷീര കർഷകരുമായ പാട്യം കൊട്ടയോടിയിലെ 75 വയസ്സുള്ള കക്കോത്ത് ബാലനെ ചടങ്ങിൽ കൂത്തുപറമ്പ് ഫയർ ആൻഡ് റെസ്ക്യൂ സ്റ്റേഷൻ ഓഫീസർ പി ഷനിത്ത് ആദരിച്ചു. പാട്യം വെസ്റ്റ് UP സ്കൂൾ വിദ്യാർത്ഥികളും ഡിസ്പെൻസറി യോഗ വിദ്യാർത്ഥികളും പങ്കെടുത്ത പരിപാടിയിൽ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ സുജ G നായർ വയോജന ദിന പ്രതിജ്ഞ ചൊല്ലി. കക്കോത്ത് പ്രഭാകരൻ നന്ദി പറഞ്ഞു. സജിന അരുൺകുമാർ, R മല്ലിക, സജിത രാജീവൻ, കെ ദൃശ്യ, പി റോജാസ്, ഹോങ്കാട് പി കെ വിനീഷ് എന്നിവർ പരിപാടികൾക്ക് നേതൃത്വം നൽകി. മാലിന്യമുക്ത നവകേരളത്തിന്റെ ഭാഗമായി പാനൂർ നഗരസഭാതല ശുചീകരണ പ്രവർത്തനത്തിന്റെ 2ാം ഘട്ടത്തിന് തുടക്കം. പെരിങ്ങത്തൂരിലാണ് ശുചീകരണ പ്രവർത്തനത്തിന് തുടക്കമായത്. നഗരസഭാ ചെയർമാൻ വി നാസർ മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു. നഗരസഭയിലെ MCF സ്ഥാപിച്ചതിന് ശേഷമുണ്ടാകുന്ന പ്രശ്നങ്ങൾ പരിഹരിക്കാൻ വേണ്ടി RRF ഏകദേശം 50 ലക്ഷം രൂപ ഈ പ്രാവശ്യ പദ്ധതിയിൽ ഉൾപ്പെടുത്തുകയും അതോടൊപ്പം തന്നെ വിൻഡോ കമ്പോസ്റ്റ്, ജൈവമാലിന്യം സംസ്കരിക്കാൻ വേണ്ടിയുള്ള വിൻഡോ കമ്പോസ്റ്റ് സ്ഥാപിക്കാൻ വേണ്ടി ഏകദേശം 1.25 കോടി രൂപ ഈ പ്രാവശ്യത്തെ പദ്ധതിയിൽ ഉൾപ്പെടുത്തി. അങ്ങനെ നിരവധി പദ്ധതികളാണ് മാലിന്യമുക്ത മുനിസിപ്പാലിറ്റി എന്ന രീതിയിൽ പ്രഖ്യാപിക്കുന്നതിന് വേണ്ടിയുള്ള പരിപാടികൾ ആസൂത്രണം ചെയ്തു വരുന്നു. അതിൻ്റെ ഭാഗമായി തന്നെ വീടുകളിലെ റിംഗ് കമ്പോസ്റ്റ് വിതരണം, അതോടൊപ്പം തന്നെ ഘടക സ്ഥാപനങ്ങൾ, വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ, ഘടക സ്ഥാപനങ്ങളിലേക്കുള്ള റിംഗ് കമ്പോസ്റ്റുകൾ, മാലിന്യമുക്ത ബിന്നുകൾ, അതോടൊപ്പം തന്നെ ടൗണുകൾ, എല്ലാ വാർഡുകളിലും ഇതേപോലെയുള്ള ധാരാളം പദ്ധതികൾ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുകയാണ്. വാർഡുകൾ നമുക്കറിയാം, ഓരോ വാർഡിലും മിനി MCF സ്ഥാപിച്ചു കഴിഞ്ഞു, അതുപോലെ ബോട്ടിൽ ബൂത്തുകൾ സ്ഥാപിച്ചു കഴിഞ്ഞു. ടൗണുകളിലെ ഇനി വെക്കാൻ പോകുന്നത് പുതിയ ഏറ്റവും നല്ല ആധുനികമായിട്ടുള്ള വേസ്റ്റ് ബിന്നുകൾ ഈ പദ്ധതിയിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് എല്ലാ ടൗണുകളിലും വേസ്റ്റ് ബിന്നുകൾ സ്ഥാപിക്കാൻ പോവുകയാണ്. വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ TK ഹനീഫ അധ്യക്ഷത വഹിച്ചു. കൗൺസിലർ ആവോലം ബഷീർ, NAM ഹയർ സെക്കൻഡറി സ്കൂൾ അധ്യാപകൻ PK നൌഷാദ്, വ്യാപാരി വ്യവസായ സമിതി പെരിങ്ങത്തൂർ യൂണിറ്റ് പ്രസിഡന്റ് ഷഫീഖ്, മൂസ എന്നിവർ സംസാരിച്ചു. വാർഡ് കൗൺസിലർ MPK അയൂബ് സ്വാഗതവും നഗരസഭാ ഹെൽത്ത് ഇൻസ്പെക്ടർ ശശി നന്ദിയും പറഞ്ഞു. പെരിങ്ങത്തൂർ TTI വിദ്യാർത്ഥികൾ, B.Ed കോളേജ് NSS വിദ്യാർത്ഥികൾ, പെരിങ്ങത്തൂർ NAM ഹയർ സെക്കൻഡറി സ്കൂളിലെ സ്കൗട്ട് ആൻഡ് ഗൈഡ്സ്,
NSS യൂണിറ്റ് വിദ്യാർത്ഥികൾ, സന്നദ്ധ പ്രവർത്തകർ, കുടുംബശ്രീ, തൊഴിലുറപ്പ് തൊഴിലാളികൾ തുടങ്ങിയവർ ശുചീകരണ പരിപാടിയിൽ പങ്കെടുത്തു. തുടർന്നുള്ള ദിവസങ്ങളിൽ പാനൂർ, കരിയാട്, മുക്കിൽപീടിക, ടൗൺ തുടങ്ങിയ ഇടങ്ങളിലും വാർഡുകളിലും ശുചീകരണ പ്രവൃത്തികൾ നടക്കും. കണ്ണവം വെളുമ്പത്ത് മഖാമുറൂസിന്റെ ഭാഗമായി മതവിജ്ഞാന സദസ്സ് സംഘടിപ്പിച്ചു. പട്ടുവം KP അബൂബക്കർ മുസലിയാർ ഉദ്ഘാടനം ചെയ്തു. കണ്ണവം വെളുമ്പത്ത് മഖാമുറൂസിന്റെ 3ാം ദിവസമായ തിങ്കളാഴ്ച രാവിലെ നടന്ന മതവിജ്ഞാന സദസ്സ് പട്ടുവം KP അബൂബക്കർ മുസലിയാർ ഉദ്ഘാടനം ചെയ്തു. അഷ്റഫ് ഹാജി കൂടൽ അധ്യക്ഷത വഹിച്ചു. മുഹമ്മദ് അസ്കരി പേരോട്, റഷീദ് സഖാഫി മെരുമ്പായി, TK മജീദ്, M നാസർ തുടങ്ങിയവർ സംസാരിച്ചു. ഉച്ചയ്ക്ക് 2 മണിക്ക് നടന്ന മദ്ഹ് റസൂൽ പ്രഭാഷണ വേദിയിൽ സയ്യിദ് ഖലീൽ ബുഖാരി തങ്ങൾ കടലുണ്ടി വിശിഷ്ടാതിഥിയായി. സന്തോഷം കുറക്കുന്നത് എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. പ്രവാചക തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജന്മം കൊണ്ട് അനുഗ്രഹീതമായ റബീഉൽ അവ്വൽ അവസാനത്തെ തിങ്കളാഴ്ചയാണെന്ന്. ഈ റബീഉൽ അവ്വൽ ഈ തിങ്കളാഴ്ച നമുക്ക് കിട്ടാനില്ല. ഈ സമയത്ത് ഞാനും നിങ്ങളും ആലോചിക്കേണ്ടത് അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഓരോ മഹൽ ഭജനകളും എത്രമാത്രം അർത്ഥപൂർണമാണ്. ഏതൊരു മനുഷ്യനും ആഗ്രഹിക്കുന്നതാണ് ആയുസ്. പ്രവാചക തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം 1400 വർഷങ്ങൾക്ക് മുമ്പ് അതിന് പ്രതിനിധി പറഞ്ഞിട്ടുണ്ട്. അത് ഉൾക്കൊള്ളാൻ ആരും തയ്യാറായില്ല. പലരും അത് വ്യാഖ്യാനിച്ചു. അതിൻ്റെ അർത്ഥം 10, 80, 90, 100 കൊല്ലം ജീവിച്ചാൽ ചെയ്യുന്നത് അവർ കുറഞ്ഞ കാലം കൊണ്ട് ചെയ്യും എന്നാണ് എന്നൊക്കെ വ്യാഖ്യാനിച്ചു. എന്നാൽ ഇന്ന് ലോകത്ത് അനന്ത ലക്ഷക്കണക്കിന് യൂണിവേഴ്സിറ്റികളുണ്ട്. അതിൽ ഏറ്റവും മുന്നിൽ നിൽക്കുന്ന ലോകത്തെ ഏറ്റവും 1ാം കിട യൂണിവേഴ്സിറ്റിയിൽ പെട്ടതാണ്. നിത്യജീവിതത്തിൽ സൗഹൃദവും ഐക്യവും നിലനിർത്തി ധന്യജീവിതം നയിക്കണമെന്ന് അദ്ദേഹം പറഞ്ഞു. സിറാജ് ഹാജി TS അധ്യക്ഷത വഹിച്ചു. അബ്ദുൽ ലത്തീഫ് സഖാഫി, അനസ് അമാനി പുഷ്പഗിരി പ്രഭാഷണം നടത്തി. M ഷഫ്നാസ്, K ഷബ്നു തുടങ്ങിയവർ സംസാരിച്ചു. ഓൾ കേരള ഫോട്ടോഗ്രാഫേഴ്സ് അസോസിയേഷൻ കൂത്തുപറമ്പ് യൂണിറ്റ് വാർഷിക സമ്മേളനം നടന്നു. കൂത്തുപറമ്പ് സംഗീത സഭാ ഹാളിലാണ് സമ്മേളനം നടന്നത്. AKPA തലശ്ശേരി മേഖലാ പ്രസിഡന്റ് രാധാകൃഷ്ണൻ കൊളശ്ശേരി ഉദ്ഘാടനം ചെയ്തു. ഒട്ടനവധി പ്രവർത്തനങ്ങൾ നമ്മുടെ സംഘടനയുടെ ഭാഗമായി അംഗങ്ങളുടെ ക്ഷേമങ്ങൾക്കും അതുപോലെ ഫോട്ടോഗ്രാഫി, വീഡിയോഗ്രാഫി ഉപജീവന മാർഗമായി സ്വീകരിച്ചവരുടെയും അതുപോലെ അനുബന്ധ മേഖലയിൽ തൊഴിലെടുത്തു വരുന്നവർക്കും തൊഴിൽപരവും വ്യക്തിപരവും അതുപോലെ സാമൂഹികപരവും സാംസ്കാരികപരമായും ഉന്നതത്തിന് വേണ്ടി അതുപോലെ നമ്മുടെ അംഗങ്ങളുടെ അവകാശങ്ങൾക്കും വേണ്ടിയും പൊതുസമൂഹത്തിൽ നമ്മൾ പ്രവർത്തിച്ചു വരികയാണ്. നമ്മുടെ അംഗങ്ങൾക്കുടെ സംരക്ഷണം ഉറപ്പുവരുത്തുക എന്നുള്ളതാണ് സംഘടനയുടെ മുഖ്യ ലക്ഷ്യം. എന്നിരുന്നാലും ഈ സംഘടന ഈ 40 വർഷം പിന്നിടുമ്പോഴും ഏഷ്യയിൽ തന്നെ ഫോട്ടോഗ്രാഫി, വീഡിയോഗ്രാഫി ഉപജീവന മാർഗമായി സ്വീകരിച്ചവരുടെ ഏറ്റവും വലിയൊരു സംഘടനയായി മാറിയിരിക്കുകയാണ്. കൂത്തുപറമ്പ് യൂണിറ്റ് പ്രസിഡന്റ് KV സനിൽകുമാർ അധ്യക്ഷത വഹിച്ചു. ജോയിന്റ് സെക്രട്ടറി സുനീഷ് സാൻ സ്വാഗത ഭാഷണം നടത്തി. മേഖലാ PRO K റിജേഷ് അനുശോചന പ്രമേയവും യൂണിറ്റ് സെക്രട്ടറി അനിൽ കുറ്റിക്കണ്ടി യൂണിറ്റ് റിപ്പോർട്ടും മേഖലാ സെക്രട്ടറി വിനോദ് മുക്കാളി സംഘടനാ റിപ്പോർട്ടും അവതരിപ്പിച്ചു. AKPA ജില്ലാ സെക്രട്ടറി സുനിൽ വടക്കുംപാട്, മേഖലാ ട്രഷറർ ശ്രീജൻ കൂരാറ, രമേശ് പരിമടം, രൂപേഷ് ശ്രീലകം, C ഷനിൽകുമാർ, K സുബിൻ, ഷീന പ്രമോദ് തുടങ്ങിയവർ സംസാരിച്ചു. പുതിയ ഭാരവാഹികളായി C ഷനിൽകുമാറിനെ പ്രസിഡന്റായും അനിൽ കുറ്റിക്കണ്ടിയെ സെക്രട്ടറിയായും ഷീന പ്രമോദിനെ
ഖജാൻജിയായും വിനോദ് മൊഗേരിയെ വൈസ് പ്രസിഡന്റായും ജോയിന്റ് സെക്രട്ടറിയായി കെ സുബിനെയും തിരഞ്ഞെടുത്തു. സമ്മേളനത്തോടനുബന്ധിച്ച് യൂണിറ്റിന്റെ ആഭിമുഖ്യത്തിൽ മേഖലാ തലത്തിൽ നടത്തിയ ഫോട്ടോഗ്രാഫി, വീഡിയോഗ്രാഫി, എഡിറ്റിംഗ് മത്സര വിജയികൾക്കും SSLC പരീക്ഷയിൽ മുഴുവൻ വിഷയങ്ങൾക്കും A+ നേടിയ യൂണിറ്റ് അംഗം ഷനിൽകുമാറിന്റെ മകൻ ആദിത്യനെയും ചടങ്ങിൽ അനുമോദിച്ചു. മറ്റു വാർത്തകൾ ഇടവേളയ്ക്ക് ശേഷം തുടരും. ബോബി ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജ്വല്ലേഴ്സ് ഷോറൂമുകളിൽ ബട്ടർഫ്ലൈ ഡയമണ്ട് ഫെസ്റ്റ് സീസൺ 3 ഡിസംബർ 1 മുതൽ 31 വരെ ഡയമണ്ട് ആഭരണങ്ങൾക്ക് 50% വരെ ഡിസ്കൗണ്ട്. ഡയമണ്ട് ആഭരണങ്ങൾ വാങ്ങുമ്പോൾ സ്വർണ്ണ നാണയങ്ങൾ, സ്മാർട്ട് വാച്ച്, സ്മാർട്ട് ഫോൺ, ഓക്സിജൻ റിസോർട്ടിൽ കുടുംബത്തോടൊപ്പം 2 ദിവസം താമസം എന്നീ സമ്മാനങ്ങൾ. 10 ലക്ഷം രൂപയ്ക്ക് മുകളിൽ ഡയമണ്ട് ആഭരണങ്ങൾ വാങ്ങുമ്പോൾ ലക്ഷദ്വീപിലേക്ക് ടൂർ പോകാൻ അവസരം. കൂടാതെ നറുക്കെടുപ്പിലൂടെ തിരഞ്ഞെടുക്കപ്പെടുന്ന കുടുംബങ്ങൾക്ക് വിദേശയാത്ര, 10 കസ്റ്റമേഴ്സിന് ഡയമണ്ട് റിംഗ്, 5 കസ്റ്റമേഴ്സിന് സ്വർണ്ണ നാണയങ്ങൾ, ഓക്സിജൻ റിസോർട്ടിൽ 2 ദിവസം താമസം എന്നിങ്ങനെ ആകർഷകമായ സമ്മാനങ്ങൾ. ഡയമണ്ട് ആഭരണങ്ങൾ വാങ്ങൂ, നിരവധി സമ്മാനങ്ങൾ നേടൂ. ബോബി ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജ്വല്ലേഴ്സ്. സാഗോ സാഗോ സാഗോ. ഇലക്ട്രിക്കൽ ഇലക്ട്രോണിക്സ് വീട്ടുപകരണങ്ങൾ വാങ്ങാൻ എല്ലാവരും ഒരേ സ്വരത്തിൽ പറയുന്നത് സാഗോ എന്നൊരു പേരാണ്. പാനൂരിലെ സാഗോ ഏജൻസീസ്. അതിന് വ്യക്തമായ കാരണമുണ്ട്. TV ആയാലും ഫ്രിഡ്ജ് ആയാലും മിക്സി, ഗ്രൈൻഡർ, AC, വാഷിംഗ് മെഷീൻ, അങ്ങനെ എന്തായാലും നമ്പർ 1 കമ്പനി ഉൽപ്പന്നങ്ങൾ ഏറ്റവും ഗുണമേന്മയിൽ ആകർഷകമായ വിലക്കുറവിൽ EMI സൗകര്യത്തോടെ ലഭിക്കും. നമ്മുടെ കാര്യം തന്നെ നോക്കൂ. വർഷങ്ങൾ ഇത്രയായിട്ടും സാഗോയിൽ നിന്ന് വാങ്ങിയ എല്ലാ ഉപകരണങ്ങളും പുതിയ പോലെ തന്നെയില്ലേ? അതുകൊണ്ടാണ് എല്ലാവരും പാനൂരിലെ സാഗോയെക്കുറിച്ച് അഭിമാനത്തോടെ പറയുന്നത്. എല്ലാവർക്കും സാഗോ ഓണാശംസകൾ നേരുന്നു. ഓണം പ്രമാണിച്ച് പ്രത്യേക വിലക്കുറവ്. സാഗോ പാനൂരിൽ 2 ഇടങ്ങളിൽ. സാഗോ ഏജൻസീസ്, പത്മ സ്ക്വയർ, പാനൂർ. സാഗോ ഏജൻസീസ്, കൂത്തുപറമ്പ് റോഡ്, പാനൂർ. PK In-Store, Chokli, Mahi, the biggest showroom and experience center in South India for tiles and sanitary ware, has a wealth of collections of top-notch products and brands. സിൽക്ക് മിത്ര, തുവക്കുന്ന് റോഡ്, കല്ലിക്കണ്ടി. മഹാനഗരങ്ങളിലെ ഷോപ്പിംഗ് അനുഭവം കല്ലിക്കണ്ടിയിലും. അനുദിനം മാറുന്ന ഫാഷൻ ട്രെൻഡ് അപ്പോൾ തന്നെ സിൽക്ക് മിത്രയിലും. ബഹുനില മന്ദിരത്തിൽ ഷോപ്പിംഗ് വസ്ത്രവിസ്മയമൊരുക്കി സിൽക്ക് മിത്ര. കുടുംബത്തിലെല്ലാവർക്കുമുള്ള വസ്ത്രങ്ങൾ പലയിടങ്ങളിൽ അന്വേഷിച്ച് ഇനി ദൂരങ്ങളിൽ അലയേണ്ട. വരൂ സിൽക്ക് മിത്രയിലേക്ക്. ഷോപ്പിംഗ് വിസ്മയം അനുഭവിച്ചറിയൂ. ആലീസിന്റെ അത്ഭുത ലോകം വസ്ത്രസങ്കല്പ പൂർണ്ണതയിലാകുമ്പോൾ അതിവിടെയാണ് സിൽക്ക് മിത്ര, കല്ലിക്കണ്ടി. സാരികൾ, പട്ടുസാരികൾ, ജെന്റ്സ്, കിഡ്സ് വസ്ത്രങ്ങൾ, പുതിയ കാലം ആവശ്യപ്പെടുന്ന വസ്ത്രങ്ങൾ എല്ലാം ഒരിടത്ത് സിൽക്ക് മിത്രയിൽ. വർണ്ണനൂലിഴകളാൽ കുരുത്ത വിശ്വാസം, വിലക്കുറവിന്റെ വിസ്മയം, കാലം കാത്തുവെച്ച വസ്ത്രവിസ്മയം. സിൽക്ക് മിത്ര, തുവക്കുന്ന് റോഡ്, കല്ലിക്കണ്ടി. ന്യൂ ശശീന്ദ്ര ജ്വല്ലറി, പാനൂർ. അരനൂറ്റാണ്ടിലേറെ കാലത്തെ സേവന പാരമ്പര്യം കാലത്തിനൊത്ത മാറ്റങ്ങളോടെ പുതിയ രൂപത്തിലും ഭാവത്തിലും അണിഞ്ഞൊരുങ്ങിയിരിക്കുന്നു. ശശീന്ദ്രയുടെ സ്വന്തം പണിശാലയിൽ നിർമ്മിക്കുന്ന ആഭരണങ്ങൾക്ക് പുറമെ മുംബൈ, കൊൽക്കത്ത, സിംഗപ്പൂർ മോഡൽ ആഭരണങ്ങളുടെ വിപുലമായ ശേഖരം. BIS 916 ഹോൾമാർക്ക്ഡ് സ്വർണ്ണാഭരണങ്ങളും ഫസ്റ്റ് ക്വാളിറ്റി വെള്ളി ആഭരണങ്ങളുടെയും അതിവിപുലമായ ശേഖരം. ജന്മനക്ഷത്രക്കല്ലുകളും ഒരുക്കിയിരിക്കുന്നു. ഏതു വരുമാനക്കാരനും സ്വർണ്ണാഭരണം സ്വന്തമാക്കാനുള്ള ലഘുനിക്ഷേപ പദ്ധതികളും. ന്യൂ ശശീന്ദ്ര ജ്വല്ലറി, പാനൂർ ജംഗ്ഷൻ. ഫോൺ 049023112238. ജിയോ സാൻഡ്. ഈ ജിയോ സാൻഡ് ഇത്രയ്ക്ക് മികച്ചതാണോ? പൂഴിമണലിനേക്കാൾ മികച്ച ഗുണമുണ്ടെന്ന് മാത്രമല്ല, ഹൈബ്രിഡ് വാഷ് ചെയ്ത നല്ല സ്മൂത്ത് സാൻഡാണ്. പൂഴിക്ക് പകരം ഇതാ ജിയോ സാൻഡ്. മറ്റു വാർത്തകളിലേക്ക്. ഗാന്ധി ദർശൻ സമിതി പാനൂർ ബ്ലോക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഗാന്ധിജിയുടെ 156ാം ജന്മദിനാഘോഷം സമുചിതമായി ആഘോഷിക്കും. 2 വൈകിട്ട് 3 മണിക്ക് പാനൂർ UP സ്കൂളിൽ മുൻ കേന്ദ്രമന്ത്രി മുല്ലപ്പള്ളി രാമചന്ദ്രൻ ഉദ്ഘാടനം ചെയ്യുമെന്ന് ഭാരവാഹികൾ പാനൂരിൽ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. പാനൂർ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഗാന്ധിജിയുടെ ജന്മദിനം സമുചിതമായി ആഘോഷിക്കുകയാണ്. വർത്തമാന കാലഘട്ടത്തിൽ അദ്ദേഹത്തിൻ്റെ പ്രശസ്തിയും ഒക്കെ നമുക്കെല്ലാവർക്കും അറിയാവുന്നതാണ്.
അതുകൊണ്ട് ഗാന്ധിജിയെക്കുറിച്ച് വളരെ വിശദമായിട്ടൊന്നും ഞാൻ ഈ കാര്യത്തെക്കുറിച്ച് സംസാരിക്കുന്നില്ല. ഇവിടെ പരിപാടികളുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ഇവിടെ സംസാരിക്കുന്നത്. ഗാന്ധിജിയുടെ ജന്മദിനം 156 വാർഷിക ദിനത്തിലാണ് നമ്മൾ ഈ പരിപാടി സംഘടിപ്പിക്കുന്നത്. ഗാന്ധി ദർശൻ സമിതിയുടെ നേതൃത്വത്തിൽ വിപുലമായ പരിപാടികൾ സംസ്ഥാനത്തുടനീളം നടക്കുകയാണ്. അതിൻ്റെ ഭാഗമായിട്ടാണ് പാനൂർ ബ്ലോക്കിൽ ഈ പരിപാടികൾ സംഘടിപ്പിച്ചിരിക്കുന്നത്. ഇന്നലെ 150ഓളം കുട്ടികൾ പങ്കെടുക്കുന്ന LP, UP, ഹൈസ്കൂൾ ആൻഡ് സെക്കൻഡറി വിഭാഗങ്ങളിലെ കുട്ടികളെ പങ്കെടുപ്പിച്ചുകൊണ്ടുള്ള കിസ് മത്സരം, ഗാന്ധി കിസ് എന്ന പേരിൽ നമ്മൾ സംഘടിപ്പിക്കുകയുണ്ടായി. പാനൂരിൽ ഗുരുസന്നിധിയിൽ വെച്ചായിരുന്ന പരിപാടി നല്ല ബാധിച്ചു. ഇന്നലത്തെ ഒരു പ്രത്യേക സാഹചര്യം നമുക്കറിയാം. അതായിരുന്നിട്ട് പോലും നമ്മുടെ ഈ 2 വൈകിട്ട് 3 മണിക്ക് പാനൂർ UP സ്കൂളിൽ മുൻ കേന്ദ്രമന്ത്രി മുല്ലപ്പള്ളി രാമചന്ദ്രൻ ഉദ്ഘാടനം നിർവഹിക്കുമെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. പ്രസിഡന്റ് KK ദിനേശൻ അധ്യക്ഷത വഹിക്കും. M. ഹരീന്ദ്രൻ മാസ്റ്റർ മുഖ്യ പ്രഭാഷണം നടത്തും. വാർത്താസമ്മേളനത്തിൽ പ്രസിഡന്റ് KK ദിനേശൻ, KPCC അംഗം V. സുരേന്ദ്രൻ മാസ്റ്റർ, സെക്രട്ടറി MK രാജൻ, ട്രഷറർ KP കുമാരൻ, സംസ്ഥാന വൈസ് പ്രസിഡന്റ് K. ഭാസ്കരൻ എന്നിവർ പങ്കെടുത്തു. ഗാന്ധി സ്മാരക വായനശാലയിൽ നടന്ന ചടങ്ങിൽ KP മോഹനൻ MLA ഉദ്ഘാടനവും പുസ്തക പ്രകാശനവും നിർവഹിച്ചു. എഴുത്തുകാരൻ രമേഷ് പുതിയമഠം ഏറ്റുവാങ്ങി. പാട്യം പഞ്ചായത്ത് പ്രസിഡന്റ് NV ഷീനിജ ഉപഹാര സമർപ്പണം നടത്തി. ബാലസാഹിത്യകാരൻ രാജു കാട്ടുപനം പുസ്തക പരിചയം നടത്തി. പ്രഭാഷകൻ സന്തോഷ് ഇല്ലോളിൽ അധ്യക്ഷത വഹിച്ചു. പന്യോടൻ ചന്ദ്രൻ, N. റീന, ഹൈമജ കോട്ടായി, KK സമീർ, KK പവിത്രൻ, അമൽ കുറ്റ്യൻ, TK സജീവൻ, ഡോക്ടർ KM ചന്ദ്രൻ, CK സഹജൻ, MK അമൃത, G. ദാമോദരൻ, VP രാജു, CV അരവിന്ദ്, N. പ്രേമാനന്ദ്, K. അദ്വൈത്, K. സുരേഷ് കുമാർ, ത്രിജിത്ത് അജേഷ് എന്നിവർ സംസാരിച്ചു. ബോംബെ കേരള മുസ്ലിം ജമാഅത്ത് പ്ലാറ്റിനം ജൂബിലിയോടനുബന്ധിച്ച് പൂർവ്വകാല പ്രവർത്തകരെ ആദരിച്ചു. ജമാഅത്തിന്റെ ജനറൽ സെക്രട്ടറിയും പ്രസിഡന്റുമായി ദീർഘകാലം സേവനമനുഷ്ഠിച്ച PKK മമ്മുവിനെ അദ്ദേഹത്തിന്റെ വസതിയിലെത്തി പ്രവർത്തകർ ആദരിച്ചു. പാനൂരിലെ പൗരപ്രമുഖനും സാമൂഹിക പ്രവർത്തകനുമായ PP സുലൈമാൻ ഹാജി ബോംബെ കേരള ജമാഅത്ത് പ്ലാറ്റിനം ജൂബിലി ഏർപ്പെടുത്തിയ ഉപഹാരം PKK മമ്മുവിന് സമ്മാനിച്ചു. എല്ലാവരും ഇന്ത്യയിലുള്ള എല്ലാ ആളുകളും ബോംബെയിൽ മുസാഫർ ഖാനെ ബോംബെയെ സ്പർശിച്ചിട്ടാണ് അതിന് അതും ഇന്നത്തെ പോലെയല്ല, അധികവും കപ്പലാണ്. ആ കപ്പലിലെ ആജിമാരെ കാറ്റുന്ന കഷ്ടപ്പാട് എത്രയാന്നുള്ളത് അത് അനുഭവത്തിലേ മനസ്സിലാക്കി കഴിയും. ചില 70-90 വയസ്സുള്ള ആളൊക്കെ അന്ന് അധികം പെണ്ണുങ്ങളൊക്കെ പോവുക. സീഡിയുടെ പകുതി മേലെ നിന്നിട്ട് വരും, നിൽക്ക് എന്തിനാന്ന് വെച്ചാൽ ഞങ്ങൾ വിചാരിക്കുന്ന എടുത്തു കാറ്റുമ്പോൾ വേദനയായിട്ടാണ്. പക്ഷെ മറിച്ച് എന്താണെന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് പൊരുത്തത്തില്ല. മക്കളെ അള്ളാഹുകൾ നന്നാക്കട്ടെ എന്ന് പറഞ്ഞു ഉപയോഗിക്കുന്ന അവരെയൊക്കെ ദ്വാ കൊണ്ട് നമ്മൾ ഇവിടെ എത്തി. പല കാലഘട്ടവും കഴിഞ്ഞു പോയിട്ടുണ്ട്. കഴിഞ്ഞ വർഗീയ ലഹളയെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ പുറത്തിറങ്ങാൻ പറ്റാത്തൊരു സ്ഥിതിയായിരുന്നു. കേരളത്തിൽ നിന്ന് കറുത്ത വണ്ടിയിൽ കറുത്ത ഡ്രസ്സ് കൊണ്ടിട്ട് വർഗീയവാദി തീവ്രവാദികൾ എത്തിയെന്ന് പറഞ്ഞ അവസരത്തിൽ കാണുന്നിടത്തൊക്കെ പിടിക്കുന്ന അവസരത്തിൽ സജീവ രംഗത്ത് മമ്മൂജി ഉണ്ടായിരുന്നു. ഒരിക്കലും ഒരു യോഗം വിളിച്ച് പോലീസിൻ്റെ നേതൃത്വത്തിൽ കേരള മുസ്ലിം ജമാഅത്ത് പോലീസിൻ്റെ വൺ സൈഡ് പ്രവർത്തനത്തെ പറ്റി മമ്മൂജി നോക്കാതെ അതായത് ഇങ്ങനെ ശക്തി പറയും ഞങ്ങൾ ആരും കരുതിയില്ല. പറഞ്ഞ് ഞങ്ങളൊക്കെ മാറി കാണിച്ചു തരാം, ഞങ്ങൾ വടിവെച്ചുകൾ കൊന്നുകൾ, എന്താ നിങ്ങൾക്ക് ബുദ്ധിമുട്ടില്ല, ഞങ്ങൾക്ക് ബുദ്ധിമുട്ടില്ല, ഒരു ദിവസം കൊണ്ട് തീരും. അങ്ങനെ പല രംഗത്തും സജീവമായി പ്രവർത്തിച്ച ആളാണ് മമ്മൂക്ക. മമ്മൂക്കയാണ് ഞങ്ങൾ പ്രവർത്തനത്തിൻ്റെ നമുക്കൊക്കെ മാതൃക കാട്ടിയ മമ്മൂക്കയാണ്. ഇത് EM ബഷീർ അധ്യക്ഷനായി. ചടങ്ങിൽ EM മുഹമ്മദ് ചെറുവാഞ്ചേരി പൊന്നാട അണിയിച്ചു. അംഷീർ, KM റയീസ്, അഫ്ഷൻ തുടങ്ങിയവർ പങ്കെടുത്തു. PKK മമ്മു മറുപടി പ്രസംഗം നടത്തി. എനിക്ക് തന്നെ ഞാൻ നിങ്ങളോട് ഇപ്പം കടപ്പാടുണ്ട് എന്ന് പറയാം. വാസ്തവത്തിൽ മുംബൈയിൽ വെച്ച് അവർ ചെയ്തിട്ടുണ്ടാവും. ഇതൊക്കെ തന്നെ ധാരാളം ആളുകൾക്ക് പലവിധ സഹായങ്ങൾ ചെയ്തു. കേരളമായിട്ടൊരു പേര് അതിൻ്റെ എല്ലാ പ്രവർത്തനങ്ങളിലും മുമ്പത്തുള്ള ആളുകൾ ഉണ്ടാക്കിയിരുന്നു.
വിളക്കോട്ടൂർ ശ്രീ പാലയുള്ള പറമ്പ് ദേവീ സന്നിധിയിൽ ബാലാലയ പ്രതിഷ്ഠ നടത്തി. ബ്രഹ്മശ്രീ പാറോളി ഇല്ലത്ത് ഉണ്ണി നമ്പൂതിരിയുടെ മുഖ്യ കാർമ്മികത്വത്തിലാണ് ചടങ്ങുകൾ നടന്നത്. ബ്രഹ്മശ്രീ പാറോളി ഇല്ലത്ത് ഉണ്ണി നമ്പൂതിരിയുടെ കാർമ്മികത്വത്തിലാണ് ചടങ്ങുകൾ നടന്നത്. അഷ്ടദ്രവ്യ ഗണപതി ഹോമം, ഭഗവതി സേവ, സർപ്പബലി, മൃത്യുഞ്ജയ ഹോമം എന്നിവ നടന്നു. ക്ഷേത്രം പ്രസിഡന്റ് VP രാജൻ, ജനറൽ സെക്രട്ടറി CK സജീവൻ, ഖജാൻജി VP ബിനീഷ്, ജോയിന്റ് സെക്രട്ടറി NP മനോജ് എന്നിവർ നേതൃത്വം നൽകി. നിരവധി ഭക്തർ പങ്കാളികളായി. ക്ഷേത്രത്തിൻ്റെ ഉത്ഭവം എന്ന് പറയുന്നത് ഈ പ്രദേശത്തുള്ള എല്ലാ ആൾക്കാർക്കും വളരെ പ്രയാസകരമായ അസുഖങ്ങളും കാര്യങ്ങളും മറ്റും കൊണ്ട് വളരെ ബുദ്ധിമുട്ടുന്ന ഒരു സമയത്ത് പല പ്രശ്നക്കാരെ അരിയത്തും പോയി പ്രശ്നം വെച്ചതിൻ്റെ പേരിൽ ഇവിടെ ഒരു ക്ഷേത്രം വരണമെന്നും ഇതൊരു ദേവീക്ഷേത്രമായി 4 ദേശവും അറിയപ്പെടുന്ന ഒരു ക്ഷേത്രമായി മാറുമെന്നും പറയുകയുണ്ടായി. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ ഇവിടെ ഒരു നിലവിളക്ക് കൊളുത്തി പ്രാർത്ഥിക്കാൻ തുടങ്ങിയത്. അതോടൊപ്പം തന്നെ താമ്പൂല പ്രശ്നം വെച്ച് ഇവിടുത്തെ കാര്യങ്ങളെല്ലാം മനസ്സിലാക്കി അതിൻ്റെ പരിഹാരക്രിയകളാണ് ഇന്നിവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഈ പൂജാതി കർമ്മങ്ങളോടെ ഇവിടെ ദേവിയെ ആവാഹിച്ച് ഈ പ്രദേശത്ത് ഐശ്വര്യവും സമ്പൽ സമൃദ്ധിയും സമാധാനവും നിലനിൽക്കുമെന്നാണ് ഈ നാട്ടുകാരുടെയും ഞങ്ങളുടെയും എല്ലാം വിശ്വാസം. നവീകരിച്ച മാഹി മഞ്ചക്കൽ ജുമാ മസ്ജിദും മദ്രസ ഹാളും ഉദ്ഘാടനം ചെയ്തു. കോഴിക്കോട് ഖാസിം മുഹമ്മദ് കോയ ജമലലി തങ്ങൾ ഉദ്ഘാടനം ചെയ്തു. وَإِذْ يَرْفَعُ إِبْرَاهِيمُ الْقَوَاعِدَ مِنَ الْبَيْتِ وَإِسْمَاعِيلُ رَبَّنَا تَقَبَّلْ مِنَّا إِنَّكَ أَنْتَ السَّمِيعُ الْعَلِيمُ رَبَّنَا وَاجْعَلْنَا مُسْلِمَيْنِ لَكَ ومن ذريتنا أمة مسلمة لك وأرنا مناسكنا وتب علينا അൽഹംദുലില്ലാഹ് മഞ്ചക്കൽ പള്ളി മുസാഹിബിൻ്റെ ഒക്കെ നേതൃത്വത്തിലുള്ള ഷംസുദ്ദീൻ സാഹിബിൻ്റെ ഒക്കെ നേതൃത്വത്തിലുള്ള പള്ളി പുനരുദ്ധാരണം നടത്തിയിരിക്കുകയാണ്. വളരെ പ്രൗഢമായ രീതിയിൽ അള്ളാഹുവിൻ്റെ ഭവനത്തെ വളരെ സംരക്ഷിച്ചിരിക്കുകയാണ്. ഒരുപാട് ആളുകളുടെ സഹകരണമുണ്ട്, സഹായമുണ്ട്, ഒരുപാട് അധ്വാനങ്ങളുണ്ട്. സർവശക്തൻ കബൂൽ ചെയ്യട്ടെ. ഇങ്ങനെയൊക്കെ പള്ളികളുടെ ഈ പ്രൗഢിയും ഒക്കെ തന്നെ ഈ കാലഘട്ടത്തിൽ അനിവാര്യമാണ്. നമ്മുടെ വീടുകളൊക്കെ സംരക്ഷിക്കുമ്പോൾ തീർച്ചയായും അള്ളാഹുവിൻ്റെ ഭവനം എന്നുള്ളത് അതിനേക്കാളേറെ സംരക്ഷിക്കപ്പെടേണ്ടതാണ്. അതുകൊണ്ട് എല്ലാവരുടെ ഒത്തൊരുമയോടുകൂടിയുള്ള ഈ പ്രവർത്തനത്തെ ശ്ലാഘനീയമാണ്. ഇനി ഇതുപോലെ നല്ല പ്രവർത്തനങ്ങൾ ഈ നാട്ടിലും ഈ മഹല്ലത്തിലും അതുപോലെ തന്നെ മറ്റു സ്ഥലങ്ങൾക്ക് സർവശക്തൻ തുറക്കട്ടെ എന്ന്. മഞ്ചക്കൽ ജുമാ മസ്ജിദ് പ്രസിഡന്റ് KE മമ്മു അധ്യക്ഷത വഹിച്ചു. സെക്രട്ടറി ഷംസുദ്ദീൻ സ്വാഗതവും ട്രഷറർ അബ്ദുൽ ഗഫൂർ മണ്ടോളി നന്ദിയും പറഞ്ഞു. എനിക്ക് ഏറ്റവും സന്തോഷമുള്ള ഒരു ദിവസമാണ്. നമ്മുടെ മഞ്ചക്കൽ ജുമാ മസ്ജിദിൻ്റെ റിനോവേഷനും മദ്രസയുടെ ഒരു ഹാൾ ഉദ്ഘാടനവും കൂടി ജമാഅത്തുദ്ദീൻ കാതി കഴിച്ച് അൽഹംദുലില്ലാഹ് ഇതൊരു നല്ലൊരു പ്രവാസികളുടെ സപ്പോർട്ടും നമ്മളുടെ നാട്ടുകാരുടെ സപ്പോർട്ടും കൂടി ആയതുകൊണ്ടാണ് എനിക്കിത് ഞങ്ങളുടെ കമ്മിറ്റിക്ക് ഇത് സഹായിച്ചത്. അതിനുവേണ്ടി എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഇതൊരു വൻ വിജയമായിട്ട് തന്നെ ഞാൻ കണക്കിലെടുക്കുന്നു. ഇൻഷാ അല്ലാഹ് എല്ലാവരുടെയും സഹകരണവും ഇനിയും പ്രതീക്ഷിച്ചുള്ളൂ. മൂഴിക്കര കൃഷ്ണാർത്തും വീട്ടിൽ കണ്ഠ്യൻ നാരായണൻ നിര്യാതനായി. 96 വയസ്സായിരുന്നു. സുശീലയാണ് ഭാര്യ. പവിത്രൻ, ചിത്രലേഖ, പ്രദീപ് കുമാർ, പരേതനായ അജയൻ എന്നിവർ മക്കളും. ബാലകൃഷ്ണൻ, ലീന, മഹിഷ എന്നിവർ മരുമക്കളുമാണ്. പ്രധാന വാർത്തകൾ വീണ്ടും. CPM മുൻ സംസ്ഥാന സെക്രട്ടറിയും ആഭ്യന്തരമന്ത്രിയുമായിരുന്ന കോടിയേരി ബാലകൃഷ്ണൻ വിടവാങ്ങിയിട്ട് 2 ആണ്ട്. കോടിയേരി മുളിയിൽ നടയിലെ വീട്ടിൽ നിർമ്മിച്ച വെങ്കല പ്രതിമ മുഖ്യമന്ത്രി അനാച്ഛാദനം ചെയ്തു. ആരോപണങ്ങൾ ആളിക്കത്തവെ PV അൻവർ ഉയർത്തിയ ആരോപണങ്ങളോട് പ്രതികരിക്കാതെ മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി P ശശി. പാർട്ടിയും മുഖ്യമന്ത്രിയും പറയുന്നതിനപ്പുറം വ്യക്തിപരമായി ഒന്നും പറയാനില്ലെന്ന് ശശി. വാഹനാപകടത്തിൽ പരിക്കേറ്റ് ചികിത്സയിലായിരുന്ന യുവാവ് മരിച്ചത് മാടപ്പിടിക ചെള്ളത്ത് ചാലിക്കണ്ടി വീട്ടിൽ അശ്വന്ത്.
വടക്കേ മലബാറിന്റെ വാർത്താരംഗത്ത് 1.5 പതിറ്റാണ്ടുകാലമായി നിറഞ്ഞു നിൽക്കുന്ന കണ്ണൂർ വിഷൻ ചാനലിന്റെ ആസ്ഥാന മന്ദിരമായ കണ്ണൂർ വിഷൻ ടവർ ഒക്ടോബർ 2 നാടിന് സമർപ്പിക്കും. കണ്ണൂർ വിഷന്റെ പ്രൈം പ്രോഗ്രാമുകളിലൊന്നായ സക്സസ് സ്റ്റോറിയുടെ 100ാം എപ്പിസോഡിന്റെ ആഘോഷവും നടക്കും. ഇതോടെ വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.